ഹരി ഓം. ഇപ്പോൾ ഓണക്കാലമാണ്. ഭഗവാൻ വാമനമൂർത്തിയുടെ അവതാരത്തെ സ്മരിക്കേണ്ട കാലഘട്ടമാണിത്. വാമനമൂർത്തിയെ സ്തുതിക്കുന്ന പല കൃതികളും പല പുരാണങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കും. വാമന പുരാണത്തിലും പത്മപുരാണത്തിലുമൊക്കെ അത്തരം സ്തുതികളുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശ്രീമദ് ഭാഗവത പുരാണത്തിൽ വരുന്ന ഒരു സ്തുതിയാണ്. വളരെ ചെറിയ സ്തുതിയാണത്. 4 ശ്ലോകങ്ങളേ ഇതിലുള്ളൂ. പക്ഷെ വളരെ ഗംഭീരമായ സ്തുതിയാണ്. കാരണം ഈ സ്തുതി രചിച്ചിട്ടുള്ളത് സാക്ഷാത് ബ്രഹ്മദേവനാണ്. സ്രഷ്ടാവായ ബ്രഹ്മാവാണ് ഇതിൻ്റെ കർത്താവ്. ശ്രീമദ് ഭാഗവത പുരാണത്തിലെ 8ാമത്തെ സ്കന്ധത്തിലെ 17ാം അധ്യായത്തിലെ 25 മുതൽക്ക് 28 വരെയുള്ള ശ്ലോകങ്ങളിലാണ് ഈ സ്തുതി അടങ്ങിയിട്ടുള്ളത്. അതായത് വാമനാവതാരം നമുക്കെല്ലാം അറിയുന്ന കഥയാണ്. അവിടെ മഹാബലി തനിക്ക് അധികാരമില്ലാത്ത സ്ഥലത്തേക്കും തൻ്റെ കരോബലം കൊണ്ട് കായബലം കൊണ്ട് കടന്നു ചെന്ന് 3 ലോകത്തിനും ഏകശാസകനായി വാഴാൻ തുടങ്ങിയ കാലത്ത് ദേവന്മാർക്കൊക്കെ അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ദുഃഖിക്കുന്ന ദേവന്മാരെ കാണുന്ന അതിഥി ദേവന്മാരുടെ അമ്മയാണ്. അതുകൊണ്ടാണ് ദേവന്മാർക്ക് ആദിത്യന്മാരെന്ന പേര് ലഭിക്കുന്നത്. ഈ അതിഥി വളരെയധികം ദുഃഖത്തോടുകൂടി തൻ്റെ ഭർത്താവായ കശ്യപൻ്റെ അടുത്തു ചെന്ന് അദ്ദേഹത്തോട് ഇവർക്കുള്ള ദുഃഖത്തിന് പരിഹാരമായി എന്തെങ്കിലും ഒന്ന് നിർദ്ദേശിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മായയിൽ മുങ്ങിക്കിടക്കുന്നവരെല്ലാം തന്നെ ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയവരാണെന്ന് പറഞ്ഞ് എന്നിരുന്നാലും ആ മായയിൽ എല്ലാ സംരക്ഷണങ്ങളും നൽകുന്നത് ഭഗവാൻ നാരായണനാണെന്ന് ഉപദേശിച്ചുകൊണ്ട് ആ നാരായണനെ ഉപാസിച്ചാൽ ഇതിനുള്ള പരിഹാരം ലഭിക്കുമെന്ന് കശ്യപൻ അതിഥിയോട് പറയുന്നു. എങ്ങനെയാണ് ആ നാരായണനെ ഉപാസിക്കേണ്ടതെന്ന് അതിഥി ചോദിക്കുമ്പോൾ പയോവ്രതം അനുഷ്ഠിക്കാനാണ് കശ്യപൻ ഉപദേശിക്കുന്നത്. പയോവ്രതം എന്ന് പറഞ്ഞാൽ പയസ്, അതായത് പാല് മാത്രം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്രതമാണ്. 12 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതമാണ്. ഫാൽഗുന മാസത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഫാൽഗുന മാസത്തിലെ ശുക്ലപക്ഷത്തിൽ, അതായത് അമാവാസിക്ക് ആരംഭിച്ച് ശുക്ലപക്ഷത്തിൽ 12 ദിവസങ്ങൾ ഈ ഉപവാസം, ഈ വ്രതത്തെ അനുഷ്ഠിക്കണമെന്ന് അദ്ദേഹം ഉപദേശിച്ചു. പാല് മാത്രം ഭക്ഷിക്കുക, പറ്റുന്ന സമയം മുഴുവൻ ഈശ്വര വിചാരത്തിൽ കഴിയുക, ശരീരശുദ്ധിയും മനഃശുദ്ധിയും കാത്തു സൂക്ഷിക്കുക. ഇങ്ങനെ പല നിബന്ധനകളും ഈ വ്രതത്തിനുണ്ടെന്ന് അദ്ദേഹം ഉപദേശിച്ചു കൊടുത്തു. അതെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കി അതിഥി ദേവി ആ വ്രതം വളരെ വൃത്തിയായി അനുഷ്ഠിച്ചു. അങ്ങനെ 12 ദിവസത്തെ വ്രതം പര്യവസാനിച്ചപ്പോൾ ഭഗവാൻ നാരായണൻ അതിഥിക്ക് ദർശനം നൽകി. അവർക്ക് ദർശനം നൽകി താൻ അമ്മയുടെ പുത്രനായി ജനിച്ചു കൊള്ളാം എന്ന വരവും അവർക്ക് നൽകി. കാരണം ദേവന്മാരുടെ ഈ ഒരു ദുഃഖത്തെ പരിഹരിക്കണമെങ്കിൽ മഹാബലിയെ തൻ്റെ സ്ഥാനത്ത് നിന്നും ഇളക്കണം. മഹാബലി പക്ഷേ നല്ലവനാണ്. അദ്ദേഹം അധർമ്മമാണ് പ്രവർത്തിച്ചിരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭക്തിയുണ്ട്. അപ്പോൾ ഭക്തനെ വധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സൂക്ഷ്മമായ ഉപായം നടത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള അധർമ്മത്തെ പരിഹരിക്കണമെന്ന് ഭഗവാൻ കരുതുന്നു. അപ്പോൾ അതിനായി ഞാൻ അമ്മയുടെ മകനായി ജനിക്കാം, ആദിത്യനായിട്ട് ജനിക്കാം. കാരണം അതിഥിയുടെ മകനാകുമ്പോൾ ആദിത്യനായി. അപ്പോൾ ദേവന്മാർക്ക് സഹോദരനായിട്ട് താൻ ജനിക്കാം. അതുകൊണ്ട് ഉപേന്ദ്ര എന്ന് ഭഗവാനെ വിളിക്കും. കാരണം ഇന്ദ്രൻ്റെ സഹോദരനായിട്ട് ജനിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ജനിക്കാം എന്ന് പറഞ്ഞ് ആ അമ്മയെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ക്രമേണ കശ്യപന്റെ മനസ്സിൽ ഭക്തിയുടെ രസത്തെ ഉണർത്തിക്കൊണ്ട് ഭഗവാൻ പ്രവേശിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ ആ തേജസ് കശ്യപനിലൂടെ അതിഥിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ അതിഥിയുടെ ഗർഭത്തിൽ ഭഗവാൻ ഇപ്പോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ബ്രഹ്മാവ് ആ ഗർഭത്തെ സ്തുതിക്കുന്നതാണ് ഈ വാമന സ്തുതി. പിന്നീട് നമുക്കറിയാം, വാമനൻ അവതരിക്കുന്നു. ഒരു വട്ടുരൂപത്തിലാണ് വരുന്നത്. ഉയരം കുറഞ്ഞ ഭാവത്തിലാണ്. അദ്ദേഹം മഹാബലിയുടെ അടുത്ത് ചെല്ലുകയും 3 അടി മണ്ണ് യാചിക്കുകയും 3 ലോകത്തെയും അളന്ന് 3ാമത്തെ അടി അളക്കാൻ, അതായത് 2 അടി കൊണ്ട് 3 ലോകങ്ങളും അളന്ന് 3ാമത്തെ കാല് വെക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയുണ്ടാക്കി
മഹാബലിയുടെ വാക്ക് തെറ്റിച്ചു എന്ന ഭാവമുണ്ടാക്കി മഹാബലിയെ കൊണ്ട് സമർപ്പണം അദ്ദേഹം നടത്തിച്ചു. സമർപ്പണം എന്ന് പറഞ്ഞാൽ ആത്മസമർപ്പണം. കാരണം ബലിയുടെ ഉള്ളിൽ ഭക്തി ഉണ്ടെങ്കിലും അദ്ദേഹം താനാണ് എല്ലാം ഭരിക്കുന്നത് എന്ന ഭാവം കൂടി കാത്തു സൂക്ഷിച്ചിരുന്നു. അഹന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ജനിക്കുന്ന മമതയും ഉണ്ടായിരുന്നു. എന്നാൽ ഭക്തിയുമുണ്ട്. അപ്പോൾ ഭക്തി വർദ്ധിക്കുന്നതിനനുസരിച്ച് അഹന്തയും മമതയും കുറഞ്ഞു വരും. അത് ഭക്തിയുടെ ഒരു കഴിവാണ്. ഭക്തി എല്ലാം പരിശുദ്ധമാക്കുന്ന ഒരു നദീപ്രവാഹമാണ്. അപ്പോൾ മഹാബലിയുടെ ഉള്ളിലുള്ള ഭക്തി വർദ്ധിച്ച് അതിൻ്റെ പാരമ്യത്തിൽ എത്തിയപ്പോൾ സ്വാഭാവികമായും മഹാബലിക്ക് ശുദ്ധി വന്നു. ആ ശുദ്ധി വരുത്താൻ വേണ്ടിയാണ് വാമനനായി ഭഗവാൻ വന്നത്. കാരണം തനിക്ക് അവകാശപ്പെടാത്തത് താൻ കൈയടക്കി വെക്കുന്നത് അധർമ്മമാണ്. ആ അധർമ്മത്തിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് കൊടുക്കണം. അതിനുള്ള ശിക്ഷയായിട്ടാണ് അദ്ദേഹത്തിൽ നിന്നും സർവസ്വവും അപഹരിക്കുന്നത്. എല്ലാം അപഹരിച്ചു കഴിയുമ്പോൾ തനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിലും അപ്പോൾ കൂടുതൽ വ്യക്തമായി മഹാബലി മനസ്സിലാക്കുന്നു, വാസ്തവത്തിൽ ഇതെല്ലാം ഭഗവാന്റെയാണ്. ഇതെല്ലാം ഭഗവാന്റെയാണ്, ഇത് തൻ്റേതല്ല എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ യജ്ഞം. മഹാബലി യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഈ പൊരുള് പൂർണ്ണമായി അദ്ദേഹം ഗ്രഹിച്ചത് ഭഗവാന്റെ ദർശനം ലഭിച്ചപ്പോഴാണ്. 2 അടി കൊണ്ട് 3 ലോകങ്ങളെയും അളന്നു നിൽക്കുന്ന വലിപ്പത്തിൽ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന ആ ഭഗവാൻ വാമനമൂർത്തിയെ, ആ ത്രിവിക്രമനെ കണ്ട് തൻ്റെ ഉള്ളിൽ ഈ സത്യത്തെ മഹാബലി മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ സത്യം മനസ്സിലാക്കിയപ്പോൾ, ഇതൊന്നും തൻ്റെയല്ല, ഇദം ന മമ എന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയപ്പോൾ മഹാബലിയുടെ യജ്ഞം സഫലമായി. അങ്ങനെ അദ്ദേഹത്തിന് സുതലം എന്ന രാജ്യം ഭഗവാൻ നൽകുന്നു. എല്ലാ ഐശ്വര്യങ്ങളോടും കൂടിയ ധാമമാണ് സുതലം. മഹാബലി സുതലത്തിൽ വാഴുന്നു. അവിടെ ഭഗവാൻ തന്നെ സദാ അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് വസിക്കുന്നു എന്നാണ് പുരാണം പറയുന്നത്. അപ്പോൾ ബലിക്ക് അത്രയും ശ്രേഷ്ഠമായ പദവി കൊടുക്കാനായും ദേവന്മാർക്ക് അർഹതപ്പെട്ടത്, അവർക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കാനായും, ബലിയുടെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കി അദ്ദേഹത്തെ പരിശുദ്ധനാക്കാനായും, ലോകത്തിന് മുഴുവൻ ഒരു മാതൃക സൃഷ്ടിക്കാൻ വേണ്ടിയും ഭക്തരെ അനുഗ്രഹിക്കാൻ വേണ്ടിയും എല്ലാമായിക്കൊണ്ട് ഭഗവാൻ വാമനനായി അവതരിക്കാൻ പോകുന്നുവെന്ന് ബ്രഹ്മാവ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതിഥിയുടെ ഗർഭത്തിലിരിക്കുന്ന ആ ഭഗവാനെ, ആ വാമനനെ ബ്രഹ്മാവ് സ്തുതിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ 8ാം സ്കന്ധത്തിലെ 17ാം അധ്യായത്തിലെ 4 ശ്ലോകങ്ങൾ 25, 26, 27, 28 ഇങ്ങനെ ഈ 4 ശ്ലോകങ്ങൾ ബ്രഹ്മാവ് സ്തുതിക്കുന്ന വാമന സ്തോത്രമാണ്. നമുക്ക് ഈ 4 ശ്ലോകങ്ങളെയും ഓരോന്നായി ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ ഇനിയൊന്ന് വിചിന്തനം ചെയ്യാൻ ശ്രമിക്കാം. ശ്രീ ബ്രഹ്മോവാച, ബ്രഹ്മാവ് പറഞ്ഞു, ബ്രഹ്മാവ് സ്തുതിക്കുകയാണ്. ജയോരുഗായ ഭഗവന്നുരുക്രമ നമോസ്തുതേ, നമോ ബ്രഹ്മണ്യദേവായ ത്രിഗുണായ നമോ നമഃ. ജയോരുഗായ, ജയ ഉരുഗായ. ഉരു എന്ന് പറഞ്ഞാൽ വലുത്, വളരെ അധികം എന്നർത്ഥം. ഗായ എന്ന് പറഞ്ഞാൽ സ്തുതി, സ്തോത്രം, പാട്ട് എന്നെല്ലാം അർത്ഥം. അപ്പോൾ ഉരുഗായ എന്ന് വിളിച്ചാൽ വളരെയധികം സ്തുതികൾ ഉള്ളവൻ എന്നൊരർത്ഥം. വളരെയധികം സ്തുതികൾ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ സ്തുതിക്കത്തക്ക മാഹാത്മ്യമുള്ളതെല്ലാം ഭഗവാന്റെ വിഭൂതിയാണ്. അപ്പോൾ ആരെല്ലാം എന്തെല്ലാം സ്തോത്രങ്ങൾ രചിക്കുന്നുവോ സമർപ്പിക്കുന്നുവോ വാസ്തവത്തിൽ അതെല്ലാം ഭഗവാൻ ഉള്ളതാണ്. അതുകൊണ്ട് ഭഗവാൻ ഉരുഗായനാണ്, വളരെയധികം സ്തുതിക്കപ്പെടുന്നവനാണ്. ഇനി ഉരുഗായ ശബ്ദത്തിന് ഏറ്റവും വലിയ സ്തുതി സ്വരൂപത്തിലുള്ളവൻ എന്ന് വേണമെങ്കിലും അർത്ഥം വ്യാഖ്യാനിക്കാം. വളരെ വലിയ സ്തുതിയായി വിളങ്ങുന്നവൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ചെയ്തിയാണ് അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യത്തെ വ്യക്തമാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ നിരീക്ഷിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത് ഭഗവാനാണ്. അത് നിലനിർത്തുന്നത് ഭഗവാനാണ്. അത് ക്രമേണ ലയിപ്പിക്കുന്നതും ഭഗവാനാണ്. അപ്പോൾ ഈ സൃഷ്ടിസ്ഥിതി സംഹാര ലീലയാടുന്നത് ഭഗവാനായതുകൊണ്ട് തൻ്റെ ഏറ്റവും വലിയ ചെയ്തി ഈ പ്രപഞ്ചം തന്നെയാണ്. സദാ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംസാരമാകുന്ന കടൽ. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഭഗവാന്റെ സ്തുതി തന്നെയാണ്. പ്രപഞ്ചം ഭഗവാന്റെ വിഭൂതിയാണ്. അത് ഭഗവാന്റെ മഹിമയെ വിളിച്ചോതുന്ന സ്തുതിയാണ്. അതുകൊണ്ടും ഭഗവാൻ ഉരുഗായനാണ്. അങ്ങനെ ഉരുഗായനായിരിക്കുന്ന ഭഗവാൻ ജയിക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹമാണ് ജയിക്കേണ്ടത്. ഇവിടെ ഓരോ മനുഷ്യനും ഓരോ സങ്കല്പം ഉണ്ടാവും. ഓരോ സങ്കല്പം അനുസരിച്ച് അവൻ ഓരോ കർമ്മം ചെയ്യും.
എന്നാൽ ആത്യന്തികമായി അതിൽ ജയമുണ്ടാകേണ്ടത് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടുള്ള കർമ്മത്തിനാണെന്ന സൂചനയാണ് ഇവിടെ ബ്രഹ്മദേവൻ നൽകുന്നത്. അപ്പൊ മഹാബലിക്ക് ഒരു സങ്കല്പം ഉണ്ടായിരുന്നു, അതിനനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ദേവേന്ദ്രൻ ഒരു സങ്കല്പമുണ്ട്, അതിനനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ സങ്കല്പത്തിൽ പ്രവർത്തിക്കുമ്പോഴും പ്രപഞ്ചത്തിനൊരു താളമുണ്ട്. ആ താളത്തെയാണ് നമ്മൾ ധർമ്മം എന്ന് വിളിക്കുന്നത്. ആ ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടുന്നതെന്തോ അതാണ് ഈശ്വരന്റെ സങ്കല്പമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ സങ്കല്പത്തിന് എപ്പോഴും ജയമുണ്ടാവണം. ഒരു ഗായൻ എപ്പോഴും ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സങ്കല്പം വിജയിക്കട്ടെ എന്നർത്ഥം. അപ്പോൾ ലോകത്തിൽ സദാ ധർമ്മം നിവസിക്കട്ടെ എന്നൊരർത്ഥം. ഇനി ജയത്തെ തന്നെ സ്തോത്രമായി നമുക്ക് എടുക്കാം, ഇതിനെ ഒറ്റ പദമായിട്ട് എടുക്കാം. ജയോരുഗായ എന്ന് ഒറ്റ പദമായി എടുത്താൽ ഇവിടെ എപ്പോഴെല്ലാം ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ ഒരുപാട് ജയങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അങ്ങനെ ഒരുപാട് ജയങ്ങൾ പുരാണങ്ങളിലെല്ലാം പടർന്നുകൊണ്ട് ഇന്നും മനുഷ്യന്റെ ഹൃദയത്തിൽ വസിക്കുന്നു. അപ്പോൾ അത്രയും ജയങ്ങളുള്ള ഒരുപാട് ജയങ്ങളുള്ള സ്തോത്രങ്ങൾ ഉള്ളവൻ, അതായത് ഒരുപാട് ജയങ്ങൾ സ്തോത്രമായി സ്തുതിക്കപ്പെടുന്നവൻ, ഭഗവാന്റെ ജയങ്ങളെ ഭക്തർ സദാ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് പുരാണം എടുത്തു നോക്കിയാലും ഭഗവാന്റെ ഏതെങ്കിലും ഒരു ലീലയെ ആരെങ്കിലും ഒക്കെ സ്തുതിക്കുന്നതായി പല അധ്യായങ്ങളിലായി നമുക്ക് കാണാം. കാരണം നമ്മൾ വാസ്തവത്തിൽ ഭക്തിയെ അനുഭവിക്കുന്നത് ഭഗവാന്റെ വിജയം കാണുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ജയങ്ങൾ ഉള്ളവന്റെ ജയങ്ങളെ ഒരുപാട് രീതിയിൽ ഓരോരുത്തരും സ്തുതിക്കുന്നു എന്നുള്ളത് കൊണ്ട് ജയോരുഗായ എന്നും ഇവിടെ അർത്ഥം പറയുന്നു. അത് കഴിഞ്ഞ് പറയുന്നു ഭഗവൻ. ഭഗ ഉള്ളവൻ ആരോ അവൻ ഭഗവാൻ. ആ ഭഗവാനെ സംബോധന ചെയ്യുകയാണ് ഭഗവൻ എന്ന്. ഭഗ എന്ന് പറഞ്ഞാൽ 6 ഗുണങ്ങളാണ്. അതായത് ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ. ഈ 6 ഗുണങ്ങളും ആർക്കുണ്ടോ അവൻ ഭഗവാൻ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ താൻ ആരെന്ന് അറിയുകയാണ്. ആത്മജ്ഞാനമാണ് ജ്ഞാനശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അവനവനെ അറിഞ്ഞാൽ തന്നിൽ നിന്ന് അന്യമായതിനോടെല്ലാം ഉള്ള രാഗം സ്വാഭാവികമായി ഇല്ലാതെയാകും. അതാണ് വൈരാഗ്യം. തന്നിൽ നിന്ന് അന്യമായതെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ശരീരം, ഇങ്ങനെ പല ഉപാധികളിലും പെട്ടു നിൽക്കുകയാണ് ആത്മാവ്. അപ്പൊ അതിനോടൊക്കെ താതാത്മ്യം പ്രാപിച്ചിട്ടാണ് ജീവഭാവത്തിൽ അത് അഹങ്കരിക്കുകയും മമതയോടുകൂടി ദുഃഖിക്കുകയും ചെയ്യുന്നത്. എന്നാൽ തന്നെ അറിഞ്ഞാൽ, ജ്ഞാനമുണ്ടായാൽ ഇതിനോടുള്ള രാഗങ്ങളെല്ലാം ഇല്ലാതെയാകും. അപ്പോൾ മനോബുദ്ധി അഹങ്കാരങ്ങളോടുള്ള രാഗം ഇല്ലാതെയാകുമ്പോൾ വൈരാഗ്യമായി. ഇതാണ് രണ്ടാമത്തെ ഗുണം, ഭഗയിലെ രണ്ടാമത്തെ ഗുണം. അപ്പൊ ആദ്യം ജ്ഞാനം, പിന്നെ വൈരാഗ്യം. ഇങ്ങനെ വൈരാഗ്യം ഉണ്ടാകുന്ന സമയത്ത് അവൻ അവനെ നിയന്ത്രിക്കുന്നു. അതായത് മനസ്സിനെയും ബുദ്ധിയെയും ഭരിക്കാനുള്ള ശേഷി അവന് വരുന്നു. ഈ ഭരണശേഷിയാണ് ഈശത്വം. ഇതാണ് ഐശ്വര്യം. ഈശ്വരൻ ഉള്ളതെന്തോ അതാണ് ഐശ്വര്യം. അപ്പൊ അവൻ അവന്റെ ദേഹത്തിന്റെയും ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും ഈശ്വരനായി ഭവിക്കുന്നു. അതുകൊണ്ട് അവൻ ഐശ്വര്യം ഉണ്ടാകുന്നു. അങ്ങനെ ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം. ഈ ഐശ്വര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന പ്രവൃത്തി ശ്രേഷ്ഠമായി ഭവിക്കും. ഏത് പ്രവൃത്തിയെയും സഫലമാക്കാനുള്ള ശേഷി അവനുണ്ടാകും. വിഫലമായ ഒരു പ്രവൃത്തിയും അവനിൽ നിന്ന് ജനിക്കില്ല. അത് വീര്യമാകും. അപ്പൊ അവന്റെ പ്രവൃത്തികളെല്ലാം കിറുകൃത്യമായിരിക്കും. കാരണം അവന്റെ ശ്രദ്ധ എന്ന് പറയുന്നത് കേന്ദ്രീകൃതമായിരിക്കും. പല ദിക്കിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധ കൊണ്ട് പ്രവർത്തിച്ചാൽ ഒരിക്കലും ശ്രേഷ്ഠമായതൊന്നും നേടാൻ പറ്റില്ല. അപ്പോൾ ജ്ഞാനവും വൈരാഗ്യവും ഐശ്വര്യവും നേടിയിട്ടുള്ള ആള് വീര്യവാനായിരിക്കും. അയാൾ ചെയ്യുന്ന പ്രവൃത്തി പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് 4ാമത്തെ ഗുണമായി വീര്യത്തെ പറയുന്നു. ഇങ്ങനെ വീര്യത്തോടു കൂടി അയാൾ പ്രവർത്തിക്കുമ്പോൾ, വളരെ നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, സ്വാഭാവികമായും എല്ലാവരും അയാളെ പുകഴ്ത്തും. അയാളുടെ കഴിവിനെയും അയാളുടെ ശേഷിയെയും എല്ലാവരും ആദരിക്കും. അതെല്ലാവരും ഉൾക്കൊള്ളും. ഇതാണ് യശസ്. ഇങ്ങനെ യശസ്സുണ്ടായി അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തുണ്ടാകും. ഭൗതികവും ആത്മീയവുമായ സമ്പത്ത് അദ്ദേഹത്തിന് ലഭിക്കും. ഇതാണ് ശ്രീ. ഇങ്ങനെ 6 ഗുണങ്ങൾ, ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ.
ഈ 6 ഗുണങ്ങളും ആർക്കുണ്ടോ? ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. ഒന്നുണ്ടായാൽ മറ്റേതുണ്ടാവും. അങ്ങനെ ക്രമേണ 6 ഗുണങ്ങളും ഉണ്ടാവും. ഈ 6 ഗുണങ്ങൾ ആർക്കുണ്ടോ അവനാണ് ഭഗവാൻ. ഈ 6 ഗുണങ്ങളുടെയും സമുച്ചയത്തെയാണ് ഭഗ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഭഗയുള്ളവൻ ഭഗവാൻ. ഈ പ്രപഞ്ചത്തിൽ ഈ ഗുണങ്ങളെ പ്രദർശിപ്പിക്കുന്ന ഏതൊരു വ്യക്തിയെയും നമുക്ക് ഭഗവാൻ എന്ന് വിളിക്കാം. ഇനി ഈ ഗുണങ്ങളുടെ എല്ലാം ഉദ്ഭവം എവിടെ നിന്നാണ്? കാരണം ജ്ഞാനം എവിടെ നിന്നാണ് ജനിക്കുന്നത്? അത് ആത്മാവിലാണ്. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവായി വിളങ്ങുന്നവനാണ് വാസ്തവത്തിൽ ഈ 6 ഗുണങ്ങളുടെയും ഉദ്ഭവം. അപ്പോൾ ഈ 6 ഗുണങ്ങളും ആരിൽ നിന്ന് ഉദ്ഭവിക്കുന്നുവോ അവൻ ഭഗവാൻ. അപ്പൊ ആദ്യത്തേത് നമുക്ക് സാമാന്യമായി ഈ പ്രപഞ്ചത്തിൽ സാക്ഷാത്കാരം നേടിയവരെ വിളിക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ വ്യാസരെയൊക്കെ ഭഗവാൻ എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ മഹിമ കൊണ്ടാണ്. എന്നാൽ എല്ലാവർക്കും അതീതമായി നിൽക്കുന്ന ആ പരബ്രഹ്മ വസ്തുവിനെയും നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കുന്നു. കാരണം എല്ലാ ജ്ഞാനത്തിന്റെയും ഉറവിടം അദ്ദേഹമാണ്. ജ്ഞാനമുണ്ടായാൽ ബാക്കിയെല്ലാം തനിയെ സംഭവിക്കും. അപ്പോൾ ഈ ഭഗകളുടെ മുഴുവൻ ഉറവിടമായിരിക്കുന്നവനാണ് അങ്ങ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ബ്രഹ്മാവ് സൂചിപ്പിക്കുകയാണ്. കാരണം പ്രപഞ്ചത്തിൽ ഇപ്പൊ മഹാബലിയുടെ കാര്യം എടുത്താൽ തന്നെ അദ്ദേഹത്തിന് ജ്ഞാനം നഷ്ടമായിട്ടുണ്ട്. താൻ ആരാണെന്ന ബോധം അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ട്. ആ നഷ്ടമായതുകൊണ്ടാണ് ഈ ചേഷ്ടകളെല്ലാം അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ആ ജ്ഞാനത്തെ പ്രദാനം ചെയ്യാനായി വന്നവനാണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഭഗവൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. ഇനി ഭഗ ശബ്ദത്തിന് മാഹാത്മ്യം എന്ന അർത്ഥമുണ്ട്. അപ്പൊ മാഹാത്മ്യമുള്ളവൻ, ഭഗവാനെ സ്തുതിക്കാൻ നമുക്ക് തോന്നുന്നത് തന്നെ അദ്ദേഹത്തിന്റെ മാഹാത്മ്യം അനുഭവിക്കുമ്പോഴാണ്. കാരണം അദ്ദേഹത്തിന്റെ ചെയ്തികൾ അത്രയും വലുതാണ്, അത്രയും വിചിത്രമാണ്. ഭഗവാന്റെ കഥകളെ നമ്മൾ ശ്രവിക്കുന്ന സമയത്ത് ഭഗവാൻ എത്ര വിചിത്രമായ ലീലകൾ ആടുന്നു എന്ന് ഓർത്ത് അത്ഭുതപ്പെടുകയാണ് ഓരോ ഭക്തരും. ഈ അത്ഭുതത്തിൽ നിന്നാണ് ഭക്തി നാൾക്കുനാൾ വർദ്ധിക്കുന്നത്. അപ്പൊ അത്രയും മഹിമാവോട് കൂടിയവനായതുകൊണ്ട് ഭഗവൻ എന്നിവിടെ വിളിച്ചിരിക്കുന്നു. ഭഗ ശബ്ദത്തിന് സ്നേഹം എന്ന അർത്ഥവുമുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവനാരോ അവൻ ഭഗവാൻ. ഭക്തരോട് ഭഗവാന് അതിയായ സ്നേഹമാണ്. ആ സ്നേഹമുള്ളത് കൊണ്ടാണ് ഈ സംസാരത്തിലേക്ക് അദ്ദേഹം ഇറങ്ങി വരുന്നത്. നമ്മൾ ഓരോരുത്തരും ഇവിടെ കുടുങ്ങിപ്പോയവരാണ്. പല കർമ്മങ്ങളും ചെയ്ത് പല വാസനകളും ഉണ്ടാക്കി ആ വാസനകളുടെ പുതിയ കർമ്മങ്ങൾ ചെയ്ത് ഫലങ്ങളെ നേടാൻ വേണ്ടി ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നവരാണ്. നമുക്കിവിടെ സ്വാതന്ത്ര്യമില്ല. എന്നാൽ ഈശ്വരന് സ്വതന്ത്രമായ ഭാവമാണ്. അദ്ദേഹത്തിന് ഇവിടെ വരേണ്ട ഒരു ആവശ്യമില്ല. എന്നിരുന്നാലും അദ്ദേഹം ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നു. ഈ ഇറങ്ങി വരുന്നതിനെയാണ് അവതാരം എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്തിനാ ഇറങ്ങി വരുന്നത്? ഭക്തരെ സഹായിക്കാൻ വേണ്ടിയാണ്, ഭക്തരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഭക്തരോടുള്ള സ്നേഹം കൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവൻ എന്ന അർത്ഥത്തിൽ ഭഗവാൻ എന്ന് വിളിക്കാം. ഇപ്പോൾ ഇവിടെ അതിഥിയുടെ ഗർഭത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചിരിക്കുകയാണ്. അതിഥിയുടെ ഗർഭത്തിൽ പ്രവേശിക്കുമ്പോൾ എത്രത്തോളം സ്നേഹം ആ ഭഗവാൻ, കാരണം ഗർഭത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് അദ്ദേഹം ചെയ്യുന്നുവെങ്കിൽ എത്രത്തോളം സ്നേഹമാണ് അദ്ദേഹത്തിന് ഈ സൃഷ്ടിയോടും ഇതിലുള്ള ഭൂതങ്ങളോടും ഉള്ളതെന്ന് ബ്രഹ്മാവ് ഓർക്കുകയാണ്. ബ്രഹ്മാവിന്റെ സ്തുതിയുടെ കാരണം തന്നെ ഈ ഒരു അനുഭൂതിയാണ്. കാരണം നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അതെന്ത് പ്രവൃത്തിയാണെങ്കിലും അതിലൊരു ദൈവീകത നമുക്ക് അനുഭവിക്കാൻ സാധിച്ചാൽ നമുക്ക് അതിയായ സന്തോഷമുണ്ടാവും. ഭഗവത് കൃപയുണ്ടായി എന്ന് നമ്മൾ അനുഭവിക്കും. ദൈവീകത അനുഭവിക്കുന്നത് എപ്പോഴാണ്? ആ പ്രവൃത്തി ശ്രേഷ്ഠമാകുമ്പോഴാണ്. അത് സാധാരണഗതിയിൽ നിന്നും ഉയർന്ന തേജസ്സോടു കൂടി പ്രകാശിക്കുമ്പോഴാണ് നമ്മൾ അറിയാം അതിൽ ദൈവീകമായ ഒരു സാന്നിധ്യമുണ്ടെന്ന്. അപ്പൊ ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഇത് നടന്നതെന്ന് അവൻ അറിയും. അങ്ങനെ അറിയുന്ന സമയത്ത് ഭക്തി കൂടുതൽ വർദ്ധിക്കും. ഇപ്പൊ ബ്രഹ്മാവ് തന്റെ സൃഷ്ടിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൃഷ്ടിയിൽ കുഴപ്പങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ട്. താളം തെറ്റിയിരിക്കുകയാണ്. ഈ താളം തെറ്റിയിരിക്കുന്ന സൃഷ്ടിയിൽ ഭഗവാൻ ഇപ്പോൾ പ്രകടമാവുകയാണ്. അപ്പൊ ഭഗവാൻ പ്രകടമാകുന്നു എന്ന് പറഞ്ഞാൽ തന്നോടുള്ള കരുണ കൊണ്ട്, അപ്പൊ തന്നോട് അതിയായ സ്നേഹമുണ്ട്, താൻ ഭക്തനാണ്, പുത്രനാണ് എന്ന് മനസ്സിലാക്കി ആ സ്നേഹം തന്നോട് ചൊരിയാൻ വേണ്ടി തന്റെ സൃഷ്ടിയെ പരിപാലിക്കാനായിട്ട് ഭഗവാൻ ഇതാ അതിഥിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഭഗവൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ഭഗവാന്റെ മഹിമ ബ്രഹ്മാവ് വളരെയധികം ഉൾക്കൊള്ളുന്നു. ആ കൃതജ്ഞത അദ്ദേഹം അവിടെ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഭഗവൻ എന്ന് സംബോധന ചെയ്യുന്നു. ഒരു ക്രമ എന്ന് പറഞ്ഞാൽ കാലടി എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഒരു വലുത്, അപ്പൊ വലിയ കാലടി ഉള്ളവൻ. നമുക്കറിയാം അദ്ദേഹം വാമനനായി അവതരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രവൃത്തി 2 കാലടി കൊണ്ട്, 2 അടി കൊണ്ട് 3 ലോകങ്ങളെയും അളന്നു. ഇനി അളക്കാനൊന്നുമില്ല. എന്നാൽ 3 അടിയാണ് ബലി കൊടുത്തത്.
അപ്പൊ മൂന്നാമത്തെ അടി എവിടെ എന്ന് ചോദിക്കുകയാണ് വാമനൻ ചെയ്യുന്നത്. അതായത് അത്രയും വലിയ കാൽവെപ്പാണ്. കാരണം വാമനൻ അത്രയും വലിയ വ്യക്തിത്വമാണ്. വാമന ശബ്ദത്തിന് ചെറുതായവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ചെറുതായിട്ടാണ് വന്നത്, കാരണം അതിസൂക്ഷ്മനാണ്. അതിസൂക്ഷ്മനായിട്ട് വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ മഹത്വം പലപ്പോഴും മനസ്സിലാവില്ല. എന്നാൽ ആ അതിസൂക്ഷ്മനായിരിക്കുന്ന അദ്ദേഹത്തെ ധ്യാനിച്ച് അദ്ദേഹത്തിന്റെ സ്വരൂപം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ക്രമേണ അദ്ദേഹത്തിന് വലിപ്പം വെക്കുന്നത് നമ്മൾ അറിയും. അദ്ദേഹം ഓരോന്നിലും നിറഞ്ഞു നിൽക്കുന്നതായി നമ്മൾ അറിയാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ അദ്ദേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവനായി അറിയും. ക്രമേണ ആ പ്രപഞ്ചത്തിനെയും അതിക്രമിച്ചു നിൽക്കുന്നവനായി നമ്മൾ അറിയും. അതുകൊണ്ട് അദ്ദേഹത്തെ ഉരുക്രമൻ എന്ന് വിളിക്കുന്നു. ഇനി ഉരുക്രമ ശബ്ദം പുരാണാന്തർഗതമായി നോക്കുമ്പോൾ വാമനാവതാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ വാമനൻ ജനിച്ച് ഇനി മേലിൽ ചെയ്യാൻ പോകുന്ന ലീലയുടെ അടിസ്ഥാനത്തിലാണ് ഈ പേര് അദ്ദേഹത്തിന് വരുന്നത്. അപ്പൊ ഇതിവിടെ ബ്രഹ്മാവ് എങ്ങനെ പറയുന്നുവെന്ന് ചോദിച്ചാൽ, പ്രപഞ്ചം ചാക്രികമാണ്, സംഭവിച്ചത് തന്നെ വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനു മുമ്പും ഇതുപോലെ മഹാബലിമാരുണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പും ഇതുപോലെ ഏകാധിപത്യത്തിനായി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ഇതേപോലെ തന്നെ ഭഗവാൻ വാമനനായി അവതരിച്ചിട്ടുണ്ട്. ബലിയുടെ അഹങ്കാരത്തെ അടക്കിയിട്ടുണ്ട്, അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതറിയുന്ന ബ്രഹ്മാവ്, അദ്ദേഹത്തിന് സർവജ്ഞത്വമുണ്ട്. ഭഗവാന്റെ കൃപ കൊണ്ടാണ് ആ സർവജ്ഞത്വം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സർവജ്ഞത്വം ലഭിച്ചിട്ടുള്ള അദ്ദേഹം ഇത് മനസ്സിലാക്കുന്നു, ഇതിനു മുമ്പും ഇതുണ്ടായിട്ടുണ്ട് എന്ന അറിവോടുകൂടി അദ്ദേഹം ഉരുക്രമ എന്ന് വാമനമൂർത്തിയെ വിളിക്കുന്നു. ഇനി ഒന്നുകൂടി ചിന്തിച്ചാൽ അദ്ദേഹത്തിന് 3 കാലത്തിനെ കുറിച്ചുമുള്ള അറിവുണ്ട്. അപ്പോൾ പഴയ സൃഷ്ടിയൊന്നും ഓർമ്മയില്ലെങ്കിലും ഇപ്പോഴുള്ള സൃഷ്ടിയിലെ 3 കാലങ്ങളും, അതായത് ഭൂതവും വർത്തമാനവും ഭാവിയും അദ്ദേഹം അറിയുന്നു. ത്രികാലജ്ഞാനിയാണ്. അപ്പോൾ ഭാവിയിൽ വാമനൻ ഇന്ന പ്രവൃത്തി ചെയ്യാൻ പോകുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് കൊണ്ട്, ഭാവി കാണുന്നത് കൊണ്ടും അദ്ദേഹം ഉരുക്രമ എന്ന് വിളിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സർവവ്യാപിത്വത്തെ സൂചിപ്പിക്കുന്ന അർത്ഥത്തിലെടുത്താൽ, ജ്ഞാനമുള്ളത് കൊണ്ട് അദ്ദേഹം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന പൊരുളാണെന്ന ബോധമുള്ളത് കൊണ്ട് ബ്രഹ്മാവ് ഉരുക്രമൻ എന്ന് വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉരുക്രമ. നമോസ്തുതേ, നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. നമസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അകത്തുണ്ടാകുന്ന ഒരു അനുഭൂതിയാണ്, ചിത്തത്തിന്റെ പ്രവാഹമാണ്. ആദരവും സ്നേഹത്തോടും കൂടി, ആശ്ചര്യത്തോടു കൂടി ചിത്തത്തിന്റെ പ്രവാഹം ഉണ്ടാകുന്നതാണ് നമസ്. ആ നമസ്സാണ് ഇവിടെ അർപ്പിക്കുന്നത്. ഒരു പർവ്വതത്തിന്റെ മുമ്പിൽ പോയി നമ്മൾ നിന്നാൽ, വളരെ വലിയ പർവ്വതമാണെങ്കിൽ എന്തെന്നില്ലാത്ത ഒരു ആശ്ചര്യം നമ്മുടെ ഉള്ളിൽ ജനിക്കും. നമ്മൾ ചെറുതാകുന്ന പോലെ നമ്മൾ അറിയും. അതിൻ്റെ വലിപ്പം കൊണ്ട് നമ്മൾ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായി, നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട ആവശ്യം പോലുമില്ല, സ്വാഭാവികമായി അതിനോട് നമുക്ക് ആദരവ് തോന്നും. ആ ആദരവിന്റെ പ്രവാഹമാണ് നമസ്. ആ നമസ്സിനെയാണ് നമ്മൾ അർപ്പിക്കുന്നത്. ഗിരി എന്ന പദം പർവ്വതത്തിന് കിട്ടാൻ തന്നെ കാരണം അതിൻ്റെ ഈ മഹത്വമാണ്. കാരണം പൂജാർഹമായതെന്തോ അത് ഗിരി എന്നൊരർത്ഥം ആ പദത്തിനുണ്ട്. അപ്പൊ പർവ്വതത്തിന് ആ പദം കിട്ടുന്നത്, പർവ്വതം പൂജാർഹമാണ്, കാരണം അതിനെ കണ്ടാൽ നമുക്ക് സ്വാഭാവികമായി ഭക്തി തോന്നും. അതുകൊണ്ട് അതിനെ ഗിരി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മളൊന്ന് കാണുകയാണെങ്കിൽ, ആ പ്രപഞ്ചത്തിന്റെ വലിപ്പം എത്ര, ഒരു പർവ്വതത്തെ കണ്ടിട്ടോ ഒരു സമുദ്രത്തെ കണ്ടിട്ടോ നമ്മൾ ഇത്രയും അധികം ആദരം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ, പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന പ്രപഞ്ചാകാരനായിരിക്കുന്ന ആ ഭഗവാനെ കാണുമ്പോൾ എത്ര ആദരവ് തോന്നും. ആ ആദരവ് സ്വാഭാവികമായി സംഭവിക്കുകയാണ്. ഇവിടെ ബ്രഹ്മാവ് ഭഗവാനെ നേരിട്ട് കാണുകയാണ്. ഭഗവാന്റെ മഹിമ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ആ മഹിമാവ് കണ്ട്, ആ വലിപ്പം കണ്ട് അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും ഒഴുകുന്നതാണ് ഈ സ്തുതി. ആ സ്തുതിയാണ് അദ്ദേഹത്തിന്റെ നമസ്. ആ നമസ്സിനെ അദ്ദേഹം ആ ഭഗവാനായിക്കൊണ്ട് സമർപ്പിക്കുന്നു. എങ്ങനെയുള്ള ഭഗവാൻ? ഉരുകായനായ ഭഗവാനായ, ഉരുക്രമനായ ആ ഭഗവാനായിക്കൊണ്ട് നമസ്കരിക്കുന്നു, നമസ്സിനെ സമർപ്പിക്കുന്നു. ആ ഭഗവാൻ ജയിക്കട്ടെ എന്നിവിടെ ആദ്യത്തെ ജയശബ്ദം കൊണ്ട് പറയുന്നു. ഇനി ഇവിടെ ജയോരുകായ എന്ന് പറഞ്ഞെടുത്ത് ജയശബ്ദം കൊണ്ട് മഹാഭാരതത്തെയും സൂചിപ്പിക്കും. അപ്പോൾ മഹാഭാരതത്തിൽ ആരെക്കുറിച്ചാണോ വളരെയധികം പുകഴ്ത്തപ്പെട്ടിട്ടുള്ളത് അങ്ങനെയുള്ളവൻ എന്ന അർത്ഥവും വരും. കാരണം മഹാഭാരതത്തിൽ പാണ്ഡവരുടെയും കൗരവരുടെയും കഥയാണെങ്കിലും അതിൽ സൂക്ഷ്മമായി നോക്കിയാൽ അതിൽ സൂക്ഷ്മമായി പറയുന്നത് മുഴുവൻ ഭഗവാന്റെ മഹിമയാണ്. പലതും ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറയുന്നത്.
അതുകൊണ്ടാണ് പിന്നീട് ഭാഗവതം രചിക്കേണ്ടി വന്നത്. കാരണം ഭഗവാനെ നേരിട്ട് ഭഗവാന്റെ മഹത്വം വ്യക്തമാക്കാതെ ഇൻഡയറക്റ്റായി പലതും പറയുന്നത് കൊണ്ട് പലർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് നാരദര് വ്യാസരോട് പറയുന്ന ഒരു ഭാഗമുണ്ട് ഭാഗവതത്തിന്റെ തുടക്കത്തിൽ. അതുകൊണ്ട് അങ്ങ് ഭഗവാന്റെ കീർത്തിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ആയിക്കൊണ്ട് അദ്ദേഹത്തെ സ്തുതിക്കുന്ന ഒരു കൃതി രചിക്കണം എന്ന് പറഞ്ഞാണ് ഭാഗവതം രചിക്കുന്നത്. അപ്പോൾ മഹാഭാരതത്തിലുണ്ട്. ഇപ്പോൾ വിഷ്ണു സഹസ്രനാമം ഒക്കെ നമുക്ക് മഹാഭാരതത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുപോലെ ഭഗവത്ഗീത ഭാരതത്തിൽ നിന്നാണ്. അപ്പൊ ഭഗവാന്റെ സ്തുതിയെ, ഭഗവാന്റെ മഹിമയെ ഒരുപാട് പുകഴ്ത്തിയിട്ടുള്ള, ഒരുപാട് വാഴ്ത്തിയിട്ടുള്ള കൃതിയാണ് മഹാഭാരതം. ആ മഹാഭാരതത്തിൽ അങ്ങനെ വാഴ്ത്തിയിട്ടുള്ളവനെ എന്ന അർത്ഥത്തിലും ജയോരുഗായ എന്ന ശബ്ദത്തെ നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പൊ അങ്ങനെ ജയോരുഗായ ഭഗവൻ ഉരുക്രമ നമോസ്തുതേ നമോ ബ്രഹ്മണ്യ ദേവായ. ബ്രഹ്മണ്യ ദേവ ശബ്ദത്തിന് ബ്രാഹ്മണരുടെ ദേവനായിരിക്കുന്നവൻ. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയുന്നവർ അഥവാ ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കുന്നവർ. അപ്പൊ ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കുന്നവരും ആ ബ്രഹ്മത്തിന്റെ മഹിമ ഉൾക്കൊള്ളുന്നവരും ഉപാസിക്കുക ആരെയാണ്? ബ്രഹ്മത്തെയാണ് ഉപാസിക്കുക. അവരുടെ ലക്ഷ്യം ബ്രഹ്മമാണ്. അങ്ങനെയുള്ളവരെയാണ് ബ്രാഹ്മണർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ബ്രഹ്മണ്യ ദേവ എന്ന് വിളിച്ചാൽ ബ്രഹ്മസ്വരൂപനായിരിക്കുന്നവൻ എന്നർത്ഥം. കാരണം ബ്രാഹ്മണര് ഉപാസിക്കുന്നത്, ബ്രാഹ്മണര് സദാ ആശ്രയിക്കുന്നത് ബ്രഹ്മത്തെയാണ്. അതുകൊണ്ട് ബ്രഹ്മണ്യ ദേവായ എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപനായി ശോഭിക്കുന്നവൻ എന്നൊരർത്ഥം. ഇനി ബ്രഹ്മണ്യ ശബ്ദത്തിന് ബ്രാഹ്മണ ധർമ്മം എന്നർത്ഥം വരും. ബ്രാഹ്മണരുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ വേദത്തെ അധ്യയനം ചെയ്യുക, അതിൻ്റെ സാരത്തെ ഉൾക്കൊള്ളുക, ഭഗവാനെ ധ്യാനിക്കുക, വേദത്തിന്റെ സാരങ്ങൾ മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുക, അത് ലോകത്തിൽ പ്രചരിപ്പിക്കുക, സംരക്ഷിക്കുക. ഇതെല്ലാം ബ്രാഹ്മണരുടെ ധർമ്മമാണ്. അറിവാണ്, അറിവിന്റെ സംരക്ഷണവും, അതായത് അറിവിന്റെ സമ്പാദനവും സംരക്ഷണവും പ്രചരണവുമാണ് ബ്രാഹ്മണരുടെ ധർമ്മം. ആ ധർമ്മത്തിന് ഈശ്വരനായിരിക്കുന്നവൻ, ആ ധർമ്മത്തെ ലോകത്തിൽ പ്രകാശിപ്പിക്കുന്നവൻ എന്നർത്ഥത്തിൽ ബ്രഹ്മണ്യദേവ എന്ന് അദ്ദേഹത്തെ വിളിക്കാം. കാരണം ബ്രാഹ്മണർക്ക് ബ്രാഹ്മണത്വം നൽകുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ബ്രഹ്മണ്യദേവൻ എന്ന് വിളിക്കാം. ബ്രഹ്മണ്യ ശബ്ദത്തിന് ശുദ്ധം എന്നർത്ഥമുണ്ട്. അപ്പോൾ ശുദ്ധമായ ഈശ്വരൻ എന്നൊരർത്ഥവും ശുദ്ധരുടെ ഈശ്വരൻ എന്നൊരർത്ഥവും. ശുദ്ധമായ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ പലതിനോടും ചേർത്തിട്ട് ഈശ്വരനെ നമ്മൾ മനസ്സിലാക്കും. ഉദാഹരണത്തിന് മഴ പെയ്യിക്കുന്ന ഈശ്വരൻ, കാറ്റ് വീശിപ്പിക്കുന്ന ഈശ്വരൻ, അങ്ങനെ നമ്മൾ ഓരോന്നിനോടും ചേർത്ത് മനസ്സിലാക്കുമ്പോൾ ഈശ്വരനെ നമ്മൾ പല കർമ്മങ്ങളിലൂടെയും കലർന്നിട്ടാണ് മനസ്സിലാക്കുന്നത്, പരിശുദ്ധമായിട്ടല്ല. എന്നാൽ ഈ കർമ്മങ്ങളെയെല്ലാം നീക്കി ശുദ്ധമായ ഈശ്വരന്റെ ഭാവമുണ്ട്, സച്ചിദാനന്ദമായ ഭാവം. ആ ഭാവത്തിൽ ഇരിക്കുന്നവനായതുകൊണ്ട് ശുദ്ധമായ ഈശ്വരൻ എന്ന അർത്ഥത്തിൽ ബ്രഹ്മണ്യദേവൻ. ഇനി ശുദ്ധരുടെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ചിത്തം അടങ്ങുന്നതാണ് ശുദ്ധി. ചിത്തം ശോഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും തെളിമയുണ്ടാവില്ല. എന്നാൽ സാധനയിലൂടെ ആ ചിത്തം ശാന്തമാകുമ്പോൾ ഉള്ളു ശുദ്ധമാവും. ഉള്ളു ശുദ്ധമാകുമ്പോൾ ഉള്ളിൽ പ്രകാശിക്കുന്നത് ആത്മാവാണ്. ആ ഉള്ളിൽ പ്രകാശിക്കുന്നവനായിരിക്കുന്നവൻ, അതായത് ആത്മഭാവത്തിൽ ഇരിക്കുന്നവൻ എന്ന അർത്ഥത്തിലും ബ്രഹ്മണ്യദേവൻ എന്ന് വിളിക്കുന്നു. അപ്പോ നമോ ബ്രഹ്മണ്യദേവായ, ബ്രഹ്മണ്യദേവനായിക്കൊണ്ട് നമസ്കാരം. ത്രിഗുണായ നമോ നമഃ. ത്രിഗുണ, ഗുണം എന്ന് പറഞ്ഞാൽ സത്വം, രജസ്, തമസ്. ഇത് മനസ്സിലാക്കാനായിട്ട്, ഈ മൂന്ന് ഗുണങ്ങളെ മനസ്സിലാക്കാനായിട്ട് അലാത ചക്രത്തിന്റെ ഉദാഹരണം പൊതുവെ പറയാറുണ്ട്. അലാത ചക്രം എന്ന് പറഞ്ഞാൽ ഒരു തീപന്തം എടുത്ത് അതിനെ കറക്കാൻ തുടങ്ങും. അപ്പോൾ അത് കറക്കാൻ ആരംഭിക്കുമ്പോൾ ആ ആരംഭത്തെ നമുക്ക്, ആ ആരംഭത്തിലെ പ്രവൃത്തിയെ നമുക്ക്, ആ ചലനത്തെ നമുക്ക് രജോ ഗുണമായിട്ട് പറയാം. അങ്ങനെ കറക്കാൻ തുടങ്ങി ആ കറക്കത്തിന് വേഗത കൂടുമ്പോൾ ആ വേഗതയ്ക്ക് ഒരു സ്ഥായി ഭാവം തൽക്കാലം വരും. വളരെ വേഗത്തിൽ, ഒരേ വേഗത്തിൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥായി ഭാവം വരും. ആ സ്ഥായി ഭാവത്തിൽ അവിടെ നമ്മൾ ഒരു അഗ്നിയുടെ വൃത്തത്തെ കാണും. ഇതാണ് സത്വഗുണം. അപ്പൊ ആദ്യം പ്രൊജക്റ്റ് ചെയ്യുന്നു, ഇല്ലാത്ത ഒരു ആകാരത്തെ ഉണ്ടാക്കുന്നു, ഉണ്ടാക്കിയതിനെ നിലനിർത്തുന്നു, അതിനൊരു സ്ഥായിയായ ഭാവം കൊടുക്കുന്നത് സത്വം. ക്രമേണ ആ വേഗത കുറച്ച് ആ കറക്കം നിർത്തുമ്പോൾ ആ രൂപം ഇല്ലാതെയാകുന്നു. ഇതാണ് തമോ ഗുണം. അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടുമില്ല, ഇല്ലാതെയായിട്ടുമില്ല. എന്നാൽ ഉണ്ടാകുന്നത് പോലെയും നിലനിൽക്കുന്നത് പോലെയും ഇല്ലാതെയാകുന്ന പോലെയും തോന്നുന്നു. ഇങ്ങനെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നത് പ്രപഞ്ചത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാമവും രൂപവും പ്രകടമാകുന്നു, നിലനിൽക്കുന്നു, ഇല്ലാതെയാകുന്നു. ഈ മൂന്ന് ഭാവങ്ങളെയാണ് മൂന്ന് ഗുണങ്ങളായിട്ട് പറയുന്നത്.
അപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്ന അതിന് ആ വൈബ്രേഷന്റെ തുടക്കം എന്ന് പറയുന്നതാണ് രജോ ഗുണം. അതിനൊരു താളത്തോടു കൂടി കുറച്ചു കാലം അത് നിൽക്കുന്നത്, ഒരു ഒഴുകുന്നതാണ് വാസ്തവത്തിൽ സത്വഗുണം. അത് ക്രമേണ ലയിക്കുന്നതാണ് തമോ ഗുണം. ഈ മൂന്നിനെയുമാണ് നമ്മൾ ത്രിമൂർത്തികളായിട്ട് സങ്കല്പിക്കുന്നത്. അതായത് സ്രഷ്ടാവായ ബ്രഹ്മാവ് രജോ ഗുണത്തിൻ്റെയും സ്ഥിതികാരകനായ വിഷ്ണു സത്വഗുണത്തിൻ്റെയും ലയകാരകനായ രുദ്രൻ തമോ ഗുണത്തിൻ്റെയും അധിഷ്ഠാന ദേവതകളായി നമ്മൾ സങ്കല്പിക്കുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്. അപ്പൊ 3 ഗുണങ്ങളോട് കൂടിയവൻ എന്നർത്ഥത്തിൽ, 3 ഗുണങ്ങളെയും ഭരിക്കുന്നവൻ എന്നർത്ഥത്തിലും. 3 ഗുണങ്ങളോട് കൂടിയത് പ്രപഞ്ചമാണ്. അപ്പൊ പ്രപഞ്ചാകാരമായിരിക്കുന്നവൻ എന്ന് ത്രിഗുണൻ എന്നൊരർത്ഥം. 3നെയും ഭരിക്കുന്നത്, അപ്പൊ പ്രപഞ്ചത്തിന് അതീതമായി നിന്ന് ഈ പ്രപഞ്ചത്തിലെ ഈ 3 ഗുണങ്ങൾ, അതായത് ത്രിമൂർത്തി ഭാവത്തിൽ പ്രകാശിക്കുന്നത് ആ നാരായണൻ തന്നെയാണെന്ന് ബ്രഹ്മാവിനറിയാം. താനും ശിവനും വിഷ്ണുവും എന്നൊക്കെ വേറെ വേറെ പറഞ്ഞാലും ഇവിടെ നാരായണൻ ഒന്ന് മാത്രമേ സത്യമായുള്ളൂ എന്നറിയുന്ന ബ്രഹ്മാവ് ത്രിഗുണൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. ഇനി ഗുണശബ്ദത്തിന് കയർ എന്നൊരു അർത്ഥമുണ്ട്. അപ്പോൾ കയർ എന്ന അർത്ഥത്തിലെടുത്താൽ 3 കയറുകളെ പിടിച്ചിരിക്കുന്നവൻ. കയറ് നമ്മളെ ബന്ധിപ്പിക്കുന്ന സാധനമാണ്. അപ്പൊ ഏതാണ് ഈ 3 കയർ എന്ന് ചോദിച്ചാൽ 3 തരം കർമ്മങ്ങളാണ്: പുണ്യകർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ, മിശ്രകർമ്മങ്ങൾ. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിൽ ഈ ഒരു കാര്യം വ്യക്തമാക്കുന്ന ഒരു ശ്ലോകമുണ്ട്. അതായത് പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും 3 ജാതി നിരൂപിച്ചു കാണുമ്പോൾ 3 കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. പൊന്നിൻ ചങ്ങലയൊന്നി പറഞ്ഞതിൽ ഒന്നിരുമ്പു കൊണ്ടെന്നത്രേ ഭേദങ്ങൾ. 2 എടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ മിശ്രമാം കർമ്മവും. പുണ്യകർമ്മങ്ങൾ നമുക്ക് സുഖത്തെ നൽകുന്നു, പാപകർമ്മങ്ങൾ നമുക്ക് ദുഃഖത്തെ നൽകുന്നു. പുണ്യവും പാപവും ചേർന്നിട്ടുള്ളത് സുഖദുഃഖ മിശ്രിതമായ ഫലങ്ങളെ നൽകുന്നു. ഇങ്ങനെ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ കർമ്മത്തെ നമ്മൾ 3ആയി തിരിച്ചിരിക്കുന്നു. ഇതാണ് പുണ്യം, പാപം, മിശ്രം. ഈ 3ഉം വാസ്തവത്തിൽ ചങ്ങലയാണ്. സംസാരത്തിൽ നമ്മളെ കുടുക്കിക്കിടക്കുന്ന ചങ്ങലയാണ് ഈ 3 കർമ്മങ്ങൾ. അതുകൊണ്ട് ഈ 3നെയും കയറായിട്ട് ഗുണമായിട്ട് വിളിക്കാം. ഈ 3ഉം ഇപ്പൊ പുണ്യം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കുമെന്നുണ്ടെങ്കിലും ആ സ്വർഗവും വാസ്തവത്തിൽ സുഖദുഃഖ മിശ്രിതം തന്നെയാണ്. അധികം സുഖം അവിടെ ഉണ്ടെങ്കിലും ഇപ്പൊ ദേവന്മാര് ദുഃഖിക്കുകയാണല്ലോ, അവർക്ക് അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടു, അതുകൊണ്ട് അവർ ദുഃഖിക്കുന്നു. ആ ദുഃഖം ഇല്ലാതെയാക്കാനാണ് ഭഗവാൻ അവതരിക്കുന്നത്. അപ്പോൾ സുഖപൂർണമാണെങ്കിലും അവിടെയും ദുഃഖമുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം അശാശ്വതമായതുകൊണ്ട് പുണ്യവും പാപവും പുണ്യപാപ മിശ്രമായതും കർമ്മങ്ങൾ 3 ബന്ധനം തന്നെയാണ്. അത് കയറ് തന്നെയാണ്, പാശം തന്നെയാണ്. അതുകൊണ്ട് ത്രിഗുണായ എന്ന് വിളിക്കും. അതായത് 3 കയറുകളെ ധരിച്ചിരിക്കുന്നവൻ. ഈ 3 കയറിലൂടെയും ലോകത്തെ ബന്ധിപ്പിക്കുന്നത് ഭഗവാനാണ്. ഇനി 3 കയറും പിടിച്ചിരിക്കുന്നത് അദ്ദേഹം ആയതുകൊണ്ട് ഇതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കഴിവും അദ്ദേഹത്തിനാണ്. അതുകൊണ്ടും ത്രിഗുണായ. അപ്പൊ 3ൽ നിന്നും ഒരുവനെ മോചിപ്പിക്കുന്നത് ഭഗവാൻ ആയതുകൊണ്ട് അദ്ദേഹത്തെ ത്രിഗുണൻ എന്ന് വിളിക്കുന്നു. അതായത് പുണ്യകർമ്മത്തിൽ നിന്നും പാപകർമ്മത്തിൽ നിന്നും മിശ്രകർമ്മത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നവൻ ത്രിഗുണൻ. ആ ത്രിഗുണനായിക്കൊണ്ട് നമോ നമഃ, നമസ്കാരം, വീണ്ടും വീണ്ടും നമസ്കാരം. ബ്രഹ്മാവിന്റെ അനുഭൂതിയെയാണ് ഇത് വ്യക്തമാക്കുന്നത്. കാരണം ഉള്ളിൽ ആനന്ദം ഇങ്ങനെ നിറയാണ്, ഭക്തി നിറയാണ്, ആദരവ് നിറയാണ്. അദ്ദേഹത്തിന് അടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് 2 തവണ നമോ നമഃ എന്ന് പറയുന്നത്. നമസ് വീണ്ടും വീണ്ടും അർപ്പിക്കുകയാണ്. അപ്പൊ ബ്രഹ്മാവിന്റെ അനുഭൂതിയെ നമ്മൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് അദ്ദേഹത്തിനെ ഒന്ന് നമസ്കരിക്കുക. കാരണം അതുപോലെയുള്ള അനുഭൂതിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് മാതൃക കാട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം ഇതിവിടെ പറയുന്നത്. ഭക്തർ എങ്ങനെ ആയിരിക്കണമെന്ന് സാധാരണക്കാർക്ക് ബ്രഹ്മാവ് ഉപദേശിക്കുകയാണ്. കാരണം നമുക്കെല്ലാം ആദികാരണനായിരിക്കുകയാണ്, പിതാമഹനായിരിക്കുകയാണ് ബ്രഹ്മാവ്. അപ്പൊ നമ്മളോടുള്ള വാത്സല്യത്തോട് അദ്ദേഹം ഒരു ഉപദേശം എന്ന രീതിയിൽ പ്രവർത്തിച്ച് കാണിക്കുകയാണ്. ഒരു ഉദാഹരണമായി അദ്ദേഹം സ്വയം പ്രവർത്തിച്ച് കാണിക്കുകയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ആദ്യത്തെ ശ്ലോകം: ജയോരുഗായ ഭഗവൻ ഉരുക്രമ നമോസ്തുതേ, നമോ ബ്രഹ്മണ്യദേവായ ത്രിഗുണായ നമോ നമഃ. ഇനി അടുത്തത് 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു: നമസ്തേ പൃഷ്ണിഗർഭായ വേദഗർഭായ വേധസേ, ത്രിനാഭായ ത്രിപൃഷ്ഠായ ക്ഷിപിവിഷ്ടായ വിഷ്ണവേ. നമസ്തേ പൃഷ്ണിഗർഭായ. പൃഷ്ണിഗർഭൻ എന്ന പേര് ഗുരുവായൂരപ്പന്റെ ഭക്തന്മാർക്ക് എന്തായാലും സുപരിചിതമായിരിക്കും. കാരണം ഭഗവാന്റെ ആ വിഗ്രഹത്തിന്റെ കഥ പറയുമ്പോൾ, ആ ഐതിഹ്യം പറയുമ്പോൾ തുടങ്ങുന്നത് എപ്പോഴും പൃഷ്ണിഗർഭരിൽ നിന്നാണ്. കാരണം ബ്രഹ്മാവിന് മഹാവിഷ്ണുവിൽ നിന്നും ലഭിച്ച വിഗ്രഹമാണ് ഗുരുവായൂരപ്പന്റെ വിഗ്രഹം. അങ്ങനെയാണ് ഐതിഹ്യം പറയുന്നത്. ആ വിഗ്രഹത്തെ ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ ആദ്യം ഉപാസിച്ചത് പൃഷ്ണിയും സുതപസ്സുമാണ്.
ഇവര് രണ്ടുപേരും അതിനെ ഉപാസിച്ചതുകൊണ്ട് അവർക്ക് ഒരു പുത്രനെ ലഭിച്ചു. ഭഗവാൻ തന്നെ അവരുടെ പുത്രനായി ജനിച്ചു. അപ്പോൾ പൃഷ്ണിയുടെ മകനായി ജനിച്ചതുകൊണ്ട് പൃഷ്ണിഗർഭൻ എന്ന പേര് അദ്ദേഹത്തിന് വന്നു. ആ പൃഷ്ണിഗർഭനും ആ പൃഷ്ണിയും സുതപസ്സുമാണ് പിന്നീട് അദിതിയും കശ്യപനുമായിട്ട് ജനിച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്പോ അദിതിയുടെ ഗർഭത്തിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന വാമനമൂർത്തി പണ്ട് പൃഷ്ണിഗർഭനായി വന്നിട്ടുള്ളവൻ തന്നെയാണെന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ പൃഷ്ണിഗർഭ എന്ന ശബ്ദത്തിൽ വിളിക്കുന്നത്. ഇനി ഭാവിയിൽ ഇദ്ദേഹം തന്നെയാണ് ദേവകിയുടെയും വസുദേവരുടെയും മകനായി കൃഷ്ണനായി പിറക്കാൻ പോകുന്നത്. അവിടെ അദ്ദേഹം ആരാധിച്ച ആ മൂർത്തിയെ, ആ ദിവ്യ വിഗ്രഹത്തെ ഒടുവിൽ അദ്ദേഹം ഇഹലോകവാസം വിടിയുന്ന സമയത്ത്, സ്വധാമത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന സമയത്ത് ഉദ്ധവരെ ഏൽപ്പിക്കുകയും ഉദ്ധവരത് തൻ്റെ ഗുരുനാഥനായ ബൃഹസ്പതിക്ക് നൽകുകയും ബൃഹസ്പതി ആ വിഗ്രഹത്തിന് പറ്റിയ ഒരു സ്ഥാനം കണ്ടെത്താൻ വായുദേവനെ നിയോഗിക്കുകയും, വായുദേവൻ എല്ലായിടത്തുമുള്ള ആളാണല്ലോ. അപ്പൊ ഏറ്റവും പവിത്രമായ സ്ഥാനം കണ്ടെത്താൻ പറയുമ്പോൾ കേരളത്തിൽ ഒരു വനപ്രദേശത്ത് യോഗമായാദേവിയുടെ സാന്നിധ്യമുണ്ടെന്നും അവിടെ രുദ്രന്റെ സാന്നിധ്യമുണ്ടെന്നും വായു മനസ്സിലാക്കുന്നു. യോഗമായാദേവി ഭഗവാന്റെ സഹോദരിയായിട്ട് ജനിച്ചതാണ്, നന്ദഭവനത്തിൽ ജനിച്ചതാണ്. ആ യോഗമായാദേവി വനദുർഗാ ഭാവത്തിൽ ഒരു സ്ഥലത്തിരിക്കുന്നുണ്ട്, ഒരു വനപ്രദേശമാണ്, അതിനുള്ളിൽ ഇരിക്കുന്നുണ്ട്. അതിനോട് ചേർന്നൊരു കുളമുണ്ട്. ആ കുളത്തിലാണ് പണ്ട് പ്രജേതസ്സുകൾക്ക് ഉപദേശം നൽകാനായി രുദ്രൻ ആവിർഭവിച്ചത്. അപ്പൊ രുദ്രഗീത നൽകുന്നത് അവിടെ വെച്ചാണ്. അപ്പൊ അത്രയും പവിത്രമായ സ്ഥാനമായതുകൊണ്ടാണ് അമ്മ അവിടെ പോയിരുന്നത്. അപ്പൊ രുദ്ര സാന്നിധ്യവുമുണ്ട്, ദേവീ സാന്നിധ്യവുമുണ്ട്. അതുകൊണ്ട് ഏറ്റവും പവിത്രമായ സ്ഥലമാണെന്ന് മനസ്സിലാക്കി വായു ഭഗവാൻ തൻ്റെ ഗുരുവിനെയും കൂട്ടി, അതായത് ബൃഹസ്പതിയെയും കൂട്ടി ആ സ്ഥാനത്തേക്ക് വന്നു. അവിടെ വന്ന് ഭഗവാനെ കണ്ടപ്പോൾ, തൻ്റെ ജ്യേഷ്ഠനെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി യോഗമായാദേവി തൻ്റെ സ്ഥാനം ഒഴിഞ്ഞ് ഇടത്തരികത്തേക്ക് മാറിയിരുന്നു. അങ്ങനെ തൻ്റെ പീഠം ഭഗവാന് കൊടുത്തു. ആ പീഠത്തിൽ രുദ്രൻ, സാക്ഷാത് മഹാദേവൻ, ഭഗവാന്റെ ആ ദിവ്യ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചു. ആ സ്ഥലത്തിന് ഗുരുവും വായുവും കൊണ്ടുവന്ന വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ട സ്ഥലം എന്ന അർത്ഥത്തിൽ ഗുരുവായൂർ എന്ന പേരും കൊടുത്തു. പിന്നീട് ഭഗവാൻ തൊട്ടപ്പുറത്തേക്ക് മാറിയിരുന്നു. അപ്പോൾ സ്വന്തം ധാമത്തിന് വിട്ടുകൊടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരുന്ന ആ മഹിമയോടുകൂടി ആ സ്ഥലത്തിന് മഹിമയൂർ എന്നും ക്രമേണ അത് മമ്മിയൂരായി ഭാവിച്ചു എന്നുമൊക്കെ ഉള്ളത് ഐതിഹ്യം നമുക്കെല്ലാം അറിയുന്നതാണ്. അപ്പോൾ ആ പൃഷ്ണിഗർഭൻ ആദ്യം ഭഗവാൻ ആ വിഗ്രഹത്തിലൂടെ അവതരിച്ചത്, കാരണം ആ വിഗ്രഹത്തെ ആദ്യം ഉപാസിച്ചത് നമുക്കറിയാം പൃഷ്ണിയും സുതപസ്സുമാണ്. അപ്പൊ അവരുടെ മകനായി ജനിച്ചു എന്നുള്ളത് കൊണ്ട് പൃഷ്ണിഗർഭനാണ്. ഇപ്പോഴിത് അദിതിയുടെ മകനായി, ആദിത്യനായി, വാമനനായി ജനിക്കാൻ പോകുന്നതും അങ്ങ് തന്നെയെന്ന് ഞാൻ മനസ്സിലാക്കുന്നുവെന്ന് അദ്ദേഹം അഭിവ്യക്തമാക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതജ്ഞതയും ബ്രഹ്മാവിന്റെ കൃതജ്ഞതയും അവിടെയുണ്ട്. നോക്കൂ, എത്ര തവണയാണ് ഭഗവാൻ വരുന്നത് തൻ്റെ സൃഷ്ടിയുടെ പാലനത്തിനായിട്ട്. അപ്പൊ ആ കൃതജ്ഞത അവിടെ രേഖപ്പെടുത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി പൃഷ്ണി ശബ്ദത്തിന് തേജസ് എന്നർത്ഥമുണ്ട്. അപ്പോൾ തേജസ്സിനെ ജനിപ്പിക്കുന്നവൻ എന്നർത്ഥത്തിൽ പൃഷ്ണിഗർഭൻ. തേജസ്സിനെ ജനിപ്പിക്കുക, ഇപ്പൊ സൂര്യൻ തേജസ്സിനെ ജനിപ്പിക്കുന്നവനാണ്, അതുകൊണ്ട് സൂര്യന് പൃഷ്ണിഗർഭൻ എന്ന് വിളിക്കാം. എന്നാൽ ലോകത്തിലെ എല്ലാ തേജസ്സിന്റെയും ഉറവിടം ബ്രഹ്മമാണ്. അപ്പോൾ ബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാ തേജസ്സും വരുന്നത് എന്നുള്ളത് കൊണ്ട് ബ്രഹ്മത്തെ പൃഷ്ണിഗർഭം എന്ന് വിളിക്കാം. അപ്പോൾ ബ്രഹ്മസ്വരൂപനായിരിക്കുന്നവൻ പൃഷ്ണിഗർഭൻ എന്നൊരർത്ഥം. ഇനി പൃഷ്ണി എന്ന ശബ്ദത്തിന് ഭൂമി എന്ന അർത്ഥവുമുണ്ട്, മേഘം എന്ന അർത്ഥവുമുണ്ട്. അപ്പൊ ഭൂമിയിൽ നിന്ന് ജനിക്കുന്നവൻ എന്നൊരർത്ഥം എടുക്കാം. ഭൂമിയിൽ നിന്ന് ജനിക്കുന്നത്, സമസ്ത ജീവജാലങ്ങളും ഭൂമിയിൽ നിന്നാണ് ജനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സമസ്ത ജീവജാലങ്ങളുമായി ഭൂതങ്ങളായി വർത്തിക്കുന്നവൻ എന്നർത്ഥത്തിൽ പൃഷ്ണിഗർഭൻ എന്നൊരർത്ഥം എടുക്കാം. മേഘം എന്ന അർത്ഥത്തിൽ പൃഷ്ണിയെ വ്യാഖ്യാനിച്ചാൽ മേഘത്തിൽ നിന്നും ജനിക്കുന്നവൻ എന്നർത്ഥം വന്നു. മേഘത്തിൽ നിന്നും ജനിക്കുന്നത് എന്താ? മഴയാണ്. അപ്പൊ മഴയായി ഭവിക്കുന്നവൻ. ലോകത്തിന് മഴ ലഭിക്കുന്നത് കൊണ്ടാണ് ജീവജാലങ്ങൾക്ക് മുഴുവൻ രക്ഷയുണ്ടാകുന്നത്, പോഷണമുണ്ടാകുന്നത്. അപ്പൊ ലോകത്തെ മുഴുവൻ പോഷിപ്പിക്കുന്നവനായതുകൊണ്ടും അദ്ദേഹം പൃഷ്ണിഗർഭനാണ്. അപ്പോൾ സൂര്യനുമാണ്, മേഘവുമാണ്, അതുപോലെ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുമാണ്. ഭൂമി ആരിൽ നിന്ന് ജനിച്ചുവോ എന്ന അർത്ഥത്തിലും പൃഷ്ണിഗർഭൻ എന്ന് പറയും. അപ്പൊ ഭൂമിക്ക് ആധാരമായിരിക്കുന്നതും ഭഗവാനാണ്. അപ്പൊ ഭൂമിയെ നൽകുന്നു, ഭൂമിയിലുള്ള ജീവജാലങ്ങളെ ഉണ്ടാക്കുന്നു, ആ ജീവജാലങ്ങൾക്ക് ആവശ്യമായ തേജസ് സൂര്യനിൽ നിന്ന് നൽകുന്നു, മഴയെ പെയ്യ്ക്കുന്നു. ഇങ്ങനെ സൃഷ്ടിയുടെ ക്രമത്തെ പാലിക്കുന്നവനായതുകൊണ്ട് പൃഷ്ണിഗർഭൻ എന്ന് അദ്ദേഹത്തെ വിളിക്കാം. ഇനി ഗർഭ ശബ്ദത്തിന് അഗ്നി എന്ന അർത്ഥമുണ്ട്. അപ്പൊ അഗ്നി എന്ന അർത്ഥത്തിലെടുത്താൽ പൃഷ്ണി എന്ന വാക്കിന് ചെറുത് എന്ന അർത്ഥം എടുക്കാം. അപ്പൊ ചെറിയ അഗ്നിയായിട്ടുള്ളവൻ, ചെറിയ അഗ്നി, ചെറിയ തേജസ്സായിട്ടുള്ളത് ഏതാ? നമ്മുടെ എല്ലാം ഉള്ളിൽ പ്രകാശിക്കുന്ന ആത്മാവാണ്. ചെറുതെന്ന് പറയുന്നത് അതിൻ്റെ സൂക്ഷ്മതയെയാണ് സൂചിപ്പിക്കുന്നത്. വാസ്തവത്തിൽ വാമനൻ ഈ തേജസ്സിന്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് വാമനൻ എന്ന പേര് തന്നെ കൊടുക്കുന്നത്. ചെറിയവനാണ്.
വളരെ ഉയരം കുറഞ്ഞവനാണ്. ഏറ്റവും സൂക്ഷ്മമായി നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ചൈതന്യമാണ് വാമനൻ. അതുകൊണ്ട് അദ്ദേഹത്തെ വൃഷ്ണിഗർഭൻ എന്ന് വിളിക്കാം. ചെറിയ തേജസ്, ചെറിയ അഗ്നിയായി നമ്മുടെ ഉള്ളിൽ ശോഭിക്കുന്നവൻ. നമ്മുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേന്ദ്രത്തിൽ, നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും കേന്ദ്രത്തിലേക്ക് നമ്മൾ ചെന്നാൽ അവിടെ ശുദ്ധമായ ബോധം, ചൈതന്യം മാത്രമേ ഉള്ളൂ. ആ സച്ചിദാനന്ദമാണ് ഭഗവാൻ. അതുകൊണ്ട് വൃഷ്ണിഗർഭൻ. ഇനി മേഘസ്വരൂപനാണ്, മേഘത്തിൽ നിന്നും മഴ പെയ്യിക്കുന്നവനാണ്. അപ്പൊ മഴ സ്വരൂപത്തിൽ മേഘത്തിൽ നിന്നും ജനിക്കുന്നവനാണെന്ന അർത്ഥം പറഞ്ഞു. ആ അർത്ഥത്തിനെ കുറച്ചുകൂടി സൂക്ഷ്മമായി നോക്കിയാൽ നമ്മുടെ വ്യക്തിത്വത്തിന്റെ തലങ്ങളിൽ ഏറ്റവും ഉയർന്ന തലമായി നിൽക്കുന്നത് സഹസ്രാരമാണ്. ആ സഹസ്രാരത്തെ നമുക്ക് മേഘമായി സങ്കല്പിക്കാം. അവിടെ നിന്നുണ്ടാകുന്ന മഴ അമൃതമാണ്, അമൃതാനുഭൂതിയാണ്. താൻ അമരനാണെന്ന അനുഭൂതി, അത് പരമാനന്ദാനുഭൂതിയാണ്. ആ അനുഭൂതിയെ ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നവനായതുകൊണ്ടും വൃഷ്ണിഗർഭനാണ്. അപ്പൊ അവിടെ മഴ ആന്തരികമായ മഴ, ആനന്ദത്തിന്റെ മഴയായിട്ട് മാറുന്നു. അപ്പൊ ആ അർത്ഥത്തിലും വൃഷ്ണിഗർഭനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ വൃഷ്ണിഗർഭന് നമസ്കാരം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് വിളിക്കുന്നു വേദഗർഭായ. വേദം എന്നാൽ നമുക്ക് ചതുർവേദങ്ങളെ എടുക്കാം. അപ്പോൾ ചതുർവേദങ്ങളെ ആര് ജനിപ്പിച്ചുവോ അവൻ വേദഗർഭൻ. കാരണം വേദങ്ങൾ അപൗരുഷേയമാണ്, നമുക്കറിയാം. ഋഷികൾക്ക് അതിന്റെ ദർശനമാണ് ലഭിക്കുന്നത്. അത് അവര് കേൾക്കുകയാണ്. അങ്ങനെ കേട്ട് മനസ്സിലാക്കി ആ ദർശനത്തിലൂടെ അവരത് പകർത്തി എഴുതുകയാണ്. അപ്പൊ അത് അപൗരുഷേയമാണ്. അപ്പൊ അവർക്കത് എവിടെ നിന്ന് ലഭിച്ചു? അത് ഭഗവാനിൽ നിന്ന്, ആ ബ്രഹ്മത്തിൽ നിന്നാണ് ലഭിച്ചത്. അതുകൊണ്ട് വേദഗർഭനാണ് അദ്ദേഹം. വേദത്തിന് അറിവ് എന്ന സാമാന്യം അർത്ഥം എടുത്താലും എല്ലാ അറിവിന്റെയും ഉറവിടം ഭഗവാനാണ്. നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ പലതും അറിയുന്നത് അതിന്റെ പിന്നിൽ ഒരു മനസ്സുള്ളത് കൊണ്ടാണ്. ആ മനസ്സ് പ്രവർത്തിക്കുന്നത് ബുദ്ധിയുള്ളത് കൊണ്ടാണ്. എന്നാൽ ആ ബുദ്ധിക്കും പ്രവർത്തിക്കണമെങ്കിൽ ഒരു പ്രകാശത്തിന്റെ ആശ്രയം ആവശ്യമുണ്ട്. അത് ആത്മാവിന്റെ പ്രകാശമാണ്. ആ ആത്മസ്വരൂപത്തിൽ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നവനായതുകൊണ്ട് വേദഗർഭനാണ്. എല്ലാ അറിവിന്റെയും ഉറവിടമാണ്. പ്രപഞ്ചത്തെ മുഴുവൻ ഒരു ദേഹമായി കണക്കാക്കിയാൽ അതിന്റെ ഉള്ളിൽ അറിവായി ആത്മഭാവത്തിലിരിക്കുന്ന പരമാത്മാവും അദ്ദേഹമാണ്, ഈശ്വരനും അദ്ദേഹമാണ്. അതുകൊണ്ട് വേദഗർഭൻ എന്ന് പറയുന്നു. ഇനി വേദശബ്ദത്തിന് 4 എന്നർത്ഥമുണ്ട്. അപ്പൊ 4 എന്ന അർത്ഥത്തിൽ എടുത്താൽ 4നെയും ജനിപ്പിക്കുന്നവൻ, 4നെയും പ്രദാനം ചെയ്യുന്നവൻ. 4 എന്ന് പറയുമ്പോൾ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ, അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ 4 പുരുഷാർത്ഥങ്ങളെയും ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നവൻ. ഈ 4ഉം ലഭിക്കണമെങ്കിൽ ഭഗവാൻ മാത്രമാണ് ആശ്രയം. അപ്പൊ അങ്ങനെ ഇരിക്കുന്നവനായതുകൊണ്ട് വേദഗർഭൻ. അടുത്തതായി വേദസേ എന്ന് വിളിക്കുന്നു. വേദസ് എന്ന് പറഞ്ഞാൽ സ്രഷ്ടാവാണ്, ബ്രഹ്മാവാണ് സ്രഷ്ടാവ്. അപ്പൊ തന്നെയാണ് ഭഗവാനായി കാണുന്നത്. അതായത് ഞാനായി ഇവിടെ പ്രകാശിക്കുന്നതും വാസ്തവത്തിൽ നീ തന്നെയാണ്. എനിക്ക് തനതായ ഒരു അസ്തിത്വമില്ല, ഞാൻ നീ തന്നെയാകുന്നു എന്ന ബോധം എനിക്കുണ്ടെന്ന് അഭിവ്യക്തമാക്കുകയാണ് വേദസേ എന്ന ശബ്ദം കൊണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഞാനടക്കം നീ തന്നെയാകുന്നു. നീയാണ് എല്ലാം സൃഷ്ടിക്കുന്നത്, എന്നിലൂടെ അത് പ്രകടമാകുന്നു എന്ന് മാത്രമാണ്. ഇത് ബ്രഹ്മാവിന് മാത്രമല്ല, ഇത് നമുക്ക് ഓരോരുത്തർക്കും ബാധകമാണ്. പല പ്രവൃത്തികളും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ശ്രേഷ്ഠമായ പ്രവൃത്തികളായിരിക്കാം, നിസ്സാരമായ പ്രവൃത്തികളായിരിക്കാം. അതെല്ലാം വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്നതല്ല, നമ്മളിലൂടെ പ്രകടമാവുകയാണ്. അതിൻ്റെ ഉറവിടം ഭഗവാനാണ്. ഇത് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എല്ലാത്തിൻ്റെയും സ്രഷ്ടാവാണ്, വേദസ്സാണ്. അദ്ദേഹം ബ്രഹ്മാവിന്റെ ഭാവത്തിൽ ഈ ലോകത്തിൽ പ്രകാശിക്കുന്നത് കൊണ്ടും അദ്ദേഹം വേദസ്സാണ്. ഇനി വേദസ് എന്ന ശബ്ദത്തിന് പണ്ഡിതൻ, അറിവുള്ളവൻ എന്ന അർത്ഥമുണ്ട്. അപ്പൊ ലോകത്തിൽ നടക്കുന്നതെല്ലാം അറിയുന്ന സർവജ്ഞനാണ് അദ്ദേഹം. അതുകൊണ്ട് പണ്ഡിതൻ എന്ന വാക്കിന് ആദ്യം അർഹനാകുന്നത് അദ്ദേഹം തന്നെയാണ്. കാരണം എല്ലാം അറിയുന്നവനാണ്. ഉണ്ടാകുന്നതിന് മുമ്പേ അതറിയുന്നു, ഉണ്ടായതിനു ശേഷം ഇനി എന്തെന്നും അദ്ദേഹം അറിയുന്നു. ആ നിലനിൽക്കുന്ന സമയത്തും അതറിയുന്നു. ത്രികാലജ്ഞാനിയാണ്, സർവജ്ഞനാണ്. അതുകൊണ്ട് വേദസ്സാണ്. അപ്പൊ ഇങ്ങനെയുള്ള വൃഷ്ണിഗർഭനായ, വേദഗർഭനായ, വേദസ്സിനായിക്കൊണ്ട് നമസ്കാരത്തെ ഞാൻ അർപ്പിക്കുന്നു എന്ന് ബ്രഹ്മാവ് പറയുന്നു. അടുത്തതായി പറയുന്നു ത്രിനാഭായ. നാഭി എന്ന് പറഞ്ഞാൽ പൊക്കിളാണ്. ത്രി എന്ന പദം കൊണ്ട് 3നെ സൂചിപ്പിക്കുന്നു. 3 എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 3 ലോകങ്ങൾ, താഴ്ന്ന ലോകം, ഭൂലോകം, പിന്നെ മുകളിലുള്ള ലോകം. അപ്പോൾ സൂക്ഷ്മതയുടെ അടിസ്ഥാനത്തിലാണ് ഈ 3 കാറ്റഗറിയെ തിരിക്കുന്നത്. ഒന്ന് മെറ്റീരിയൽ ആയിട്ടുള്ളത്, പിന്നെ അതിനേക്കാൾ താഴെയുള്ള
ഡയമെൻഷൻസ് ഉണ്ട്, അതിനേക്കാൾ സൂക്ഷ്മമായ ഡയമെൻഷൻസ് ഉണ്ട്. അപ്പോൾ അതിന്റെ വ്യത്യാസത്തിനനുസരിച്ച് മുകളിലും താഴെയും പറയുന്നു. അങ്ങനെ 3 ലോകങ്ങൾ. ഈ 3 ലോകങ്ങളെയും സൃഷ്ടിച്ചത് ബ്രഹ്മാവാണ്. ആ ബ്രഹ്മാവിന് ആധാരമായിരിക്കുന്നത് ഒരു താമരയാണ്. ആ താമര വിരിഞ്ഞിട്ടുള്ളത് ഭഗവാന്റെ നാഭിയിൽ നിന്നാണ്. അപ്പോൾ ഈ സൃഷ്ടിയുടെ ഈ 3 ലോകത്തിന്റെയും സോഴ്സ് ഭഗവാനായതുകൊണ്ട് ത്രിനാഭൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. മൂന്നിനെയും തന്റെ നാഭിയിൽ നിന്നും പ്രകടമാക്കിയവൻ, 3 ലോകങ്ങളെയും സൃഷ്ടിച്ചവൻ. 3 ലോകങ്ങൾ എന്നുള്ളത് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് നമുക്ക് വ്യഷ്ടി തലത്തിലും എടുക്കാം. അങ്ങനെ വ്യഷ്ടി തലത്തിൽ എടുക്കുമ്പോൾ നമ്മുടെ ഒരു വ്യക്തി തലത്തിൽ നോക്കിയാൽ നമ്മുടെ ഈ 3 തലങ്ങളെയും സൃഷ്ടിക്കുന്നത് ബോധമാണ്. ബോധമില്ലെങ്കിൽ ഈ 3ഉമില്ല. അപ്പൊ ഈ 3നോടും ചേർന്ന് നിന്നുകൊണ്ട് ഈ 3നും ഒരു അസ്തിത്വം നൽകുന്നത് ബോധമായതുകൊണ്ട് ബോധത്തിന്റെ നാഭിയിൽ നിന്നാണ് ഇത് 3ഉം ഉദ്ഭവിക്കുന്നത് എന്ന് സങ്കല്പിക്കാം. ബോധത്തിന്റെ നാഭി എന്ന് പറയുമ്പോൾ കേന്ദ്രം. അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് സംഭവിക്കുന്നത് കൊണ്ട് ത്രിനാഭൻ എന്ന് ആത്മഭാവത്തിലും ഭഗവാനെ വിളിക്കാം. ഇനി നാഭി ശബ്ദത്തിന് കേന്ദ്രം എന്ന അർത്ഥമുള്ളത് കൊണ്ട് 3 ലോകത്തിന്റെയും കേന്ദ്രത്തിലിരിക്കുന്നവൻ, അതായത് എന്തിനേയും കീറി മുറിച്ച് ഇനി കീറാൻ പറ്റാത്ത വിധം സൂക്ഷ്മമായ തലത്തിലെത്തിയാൽ അവിടെ കാണുന്നത് ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സർവ്വവ്യാപി എന്ന് വിളിക്കുന്നത്. കാരണം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാണ്. പുറമേ നോക്കിയാൽ വൈവിധ്യമാണെങ്കിലും അകത്തൊന്നു തന്നെയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും കേന്ദ്രത്തിലിരിക്കുന്നവൻ, 3ന്റെയും കേന്ദ്രത്തിലിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ത്രിനാഭായ എന്ന് വിളിക്കുന്നു. ഇനി 3 എന്നുള്ളത് 3 ഗുണങ്ങളുമായിരിക്കാം. നേരത്തെ പറഞ്ഞ ആ 3 ഗുണങ്ങളുമായിരിക്കാം. അപ്പൊ ആ 3 ഗുണങ്ങളെയും സൃഷ്ടിക്കുന്നവൻ. കാരണം ആ 3 ഗുണങ്ങളുമാണ് പ്രപഞ്ചമായി പരിണമിച്ചിട്ടുള്ളത്. അപ്പൊ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നവൻ എന്ന് പറയുന്നതിന് പകരം ആ 3 ഗുണങ്ങളെയും സൃഷ്ടിച്ചവൻ എന്ന അർത്ഥത്തിൽ ത്രിനാഭായ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അടുത്തതായി പറയുന്നു ത്രിപൃഷ്ഠായ. പൃഷ്ഠം എന്ന ശബ്ദത്തിന് മുകളിൽ എന്നാണ് അർത്ഥം, പുറമേ എന്നാണ് അർത്ഥം. അപ്പോൾ ത്രിപൃഷ്ഠായ എന്ന് പറഞ്ഞാൽ 3നും അപ്പുറത്തുള്ളവൻ. 3 എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങൾ തന്നെ, അഥവാ 3 ഗുണങ്ങളെയും പറയാം. ഇത് 3നും അതീതനായിരിക്കുന്നവൻ. 3 ലോകങ്ങളിലും ഭഗവാൻ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ 3 ലോകത്തെക്കാളും ചെറുതാണ് ഭഗവാൻ എന്നൊരു തെറ്റിദ്ധാരണ ആൾക്കാർക്കുണ്ടാകും. കാരണം ഒന്നിൽ മറ്റേത് വ്യാപിച്ചു എന്ന് പറഞ്ഞാൽ വ്യാപിച്ചത് അതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളണമല്ലോ. അപ്പൊ അത് ചെറുതായ എന്തോ ഒരു വസ്തുവാണ്, വിശ്വത്തെക്കാൾ ചെറുതായ എന്തോ ഒരു വസ്തുവാണെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകാം എന്ന് മനസ്സിലാക്കി അതില്ലാതെ ആക്കാൻ വേണ്ടിയാണ് ബ്രഹ്മാവ് ഇവിടെ ത്രിപൃഷ്ഠായ എന്ന് പറയുന്നത്. 3നും അതീതനാണ്. പുരുഷ സൂക്തത്തിൽ ഇത് പറയുന്നുണ്ട്, അത്യതിഷ്ഠ ദശാങ്കുലം എന്ന്. അവൻ എല്ലാത്തിനെയും വ്യാപിച്ച് ഒരു 10 അങ്കുലം അപ്പുറം ചെന്ന് നിൽക്കുന്നുവെന്ന്, അതിനെ അതിക്രമിച്ച് നിൽക്കുന്നവനാണ്. ഉരുക്രമ എന്ന പദം അദ്ദേഹത്തെ വിളിച്ചത് ആ അർത്ഥത്തിലാണ്. വിക്രമൻ, ത്രിവിക്രമൻ എന്ന് വിളിക്കുന്നതും അതുകൊണ്ടാണ്. കാരണം 3 അടി കൊണ്ട് എല്ലാത്തിനെയും അതിക്രമിച്ച് നിൽക്കുന്നവനായതുകൊണ്ട് ആ ഭഗവാൻ ത്രിപൃഷ്ഠനാണ്, 3നും അപ്പുറമുള്ളവനാണ്. ഇവിടെ 3 എന്നുള്ളത് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്ന അവസ്ഥയെടുത്താലും ഈ 3 അവസ്ഥകൾക്കും അതീതമായി നിൽക്കുന്നത് ബോധമാണ്. അതുകൊണ്ട് ബോധസ്വരൂപത്തിൽ ഇരിക്കുന്നവൻ ത്രിപൃഷ്ഠായ എന്നിവിടെ വിളിച്ചിരിക്കുന്നു. ഇനി അടുത്തതായി പറയുന്നത് ക്ഷിപിവിഷ്ടായ എന്നാണ്. ക്ഷിപി എന്ന വാക്കിന് രശ്മി എന്നാണ് അർത്ഥം. അപ്പോ രശ്മിയാൽ ആവരണം ചെയ്യപ്പെട്ടവൻ, അതായത് ഭഗവാന് സഹജമായ ഒരു കാന്തിയുണ്ട്. ആ കാന്തിയുടെ പ്രഭാവലയം അദ്ദേഹത്തിന് ചുറ്റും സദാ ഉണ്ടാവും. ഇവിടെ കാന്തി എന്ന് സൂചിപ്പിക്കുന്നത് അറിവിനെയാണ്. നമ്മൾ അറിയുന്നത്, ഇപ്പൊ പുറമേ ഒരു പ്രകാശമുണ്ട്, ആ പ്രകാശത്തെ എൻ്റെ ഇന്ദ്രിയത്തിന്റെ പ്രകാശം അറിയുന്നു. ആ ഇന്ദ്രിയത്തിന്റെ പ്രകാശം മനസ്സിൽ നിന്നാണ് അത് കടമെടുക്കുന്നത്. ആ മനസ്സിന്റെ പ്രകാശം ബുദ്ധിയിൽ നിന്നും, ആ ബുദ്ധിയുടെ പ്രകാശം വരുന്നത് ഭഗവാനിൽ നിന്നാണ്, ആത്മാവിൽ നിന്നാണ്. അപ്പോൾ ആ ആത്മഭാവത്തിൽ ഇരിക്കുന്നത് കൊണ്ട് പ്രകാശത്തിന്റെ കേന്ദ്രമാണ് അദ്ദേഹം, പ്രകാശത്തിന്റെ ഉറവിടമാണ് അദ്ദേഹം. അതുകൊണ്ട് രശ്മികളാൽ ചുറ്റപ്പെട്ടവൻ എന്നർത്ഥം. രശ്മികളാൽ ചുറ്റപ്പെട്ടവൻ ക്ഷിപിവിഷ്ടൻ എന്ന് വിളിക്കുന്നത് സൂര്യനെയും കൂടിയാണ്. കാരണം സൂര്യന് ചുറ്റും സദാ പ്രകാശമാണ്, കിരണങ്ങൾ ഇങ്ങനെ പ്രവഹിക്കുകയാണ് സൂര്യനിൽ നിന്ന്. അതുകൊണ്ട് ക്ഷിപിവിഷ്ടായ എന്ന് സൂര്യനെയും വിളിക്കാം. ആത്മസൂര്യനെയും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഇനി ക്ഷിപി ശബ്ദത്തിന് വെള്ളം എന്ന അർത്ഥമുണ്ട്. അപ്പൊ വെള്ളത്താൽ ചുറ്റപ്പെട്ടവൻ ആരാ? നാരായണൻ. കാരണജലത്തിലാണ് ഭഗവാൻ വസിക്കുന്നത്. അപ്പൊ തനിക്ക് ചുറ്റും ജലമാണ്. ആ ജലം സൂക്ഷ്മമായ തത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാത്തിൻ്റെയും ഏറ്റവും സൂക്ഷ്മമായ ഭാവമാണ്. അതിൽ നിന്നാണ് എല്ലാം പ്രകടമാകുന്നത്. അതുകൊണ്ട് കാരണജലം എന്നതിനെ വിളിക്കുന്നു. എല്ലാത്തിൻ്റെയും കാരണമായിരിക്കുന്ന ജലം. ജലം എന്ന് പറയുമ്പോൾ ലിറ്ററൽ അർത്ഥത്തിൽ ജലമായി എടുക്കേണ്ട ആവശ്യമില്ല. സൂക്ഷ്മമായിട്ട് ജലത്തെ പോലെ എന്ന് സൂചിപ്പിക്കാൻ ഒരു ഉപമയായിട്ടാണ് അവിടെ ജലം പറയുന്നത്. ആ കാരണ ജലത്തിൽ വസിക്കുന്നവനായതുകൊണ്ട്, ആ നാരായണനായതുകൊണ്ട് അദ്ദേഹത്തെ ക്ഷിപിവിഷ്ടൻ എന്നിവിടെ വിളിച്ചിരിക്കുന്നു. ഇനി ജലം എന്നുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിനെയും എടുക്കാം.
അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നവൻ, വസിക്കുന്നവൻ, നമ്മുടെ മനസ്സിലെ ഓരോ ചിന്തകളും വാസ്തവത്തിൽ സൂക്ഷ്മമായി നോക്കിയാൽ ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ സർവനാണ്. അതുകൊണ്ട് എല്ലാ ചിന്തകളും ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയാൽ നല്ല ചിന്തയെന്നോ മോശ ചിന്തയെന്നോ ഉള്ള വിചാരം നമുക്കില്ലാതെയാകും. എല്ലാത്തിനെയും സമബുദ്ധിയോടുകൂടി കാണാൻ സാധിക്കും. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ തലം. അപ്പൊ ആ തലം സമ്പാദിക്കാനും ഈ ശിവവിഷ്ട പദം നമുക്ക് എടുക്കാം. നമ്മുടെ മനസ്സിൽ വസിക്കുന്നവനാണ് ഭഗവാൻ. ഓരോ ചിന്തയും ഭഗവാന്റെ തന്നെ പ്രകടീകൃത ഭാവമാണെന്ന് കാണാൻ നമ്മൾ ശ്രമിക്കണം എന്ന ഒരു സന്ദേശം നമുക്കെല്ലാം ഗുരുതുല്യനായിരിക്കുന്ന ബ്രഹ്മാവ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശിപിവിഷ്ടനാണ്. അപ്പൊ ശിപിവിഷ്ടായ വിഷ്ണവേ, വ്യാപനശീലമുള്ളവനാണ് വിഷ്ണു. ഭഗവാനെ നമുക്കൊരു സ്ഥലത്തും കെട്ടിയിടാൻ പറ്റില്ല. ഭഗവാൻ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കും. കാരണം അതിസൂക്ഷ്മമാണ്. പ്രപഞ്ചത്തിനുള്ളിലല്ല ഭഗവാൻ, ഭഗവാനിലാണ് പ്രപഞ്ചം. അപ്പൊ പ്രപഞ്ചത്തെക്കാൾ സൂക്ഷ്മനാണ്. അതുകൊണ്ട് സർവവ്യാപിയായിരിക്കുന്നത് കൊണ്ട് വിഷ്ണു എന്ന് വിളിക്കുന്നു ഭഗവാനെ. ആ വിഷ്ണുവാണ് ഇവിടെ ചെറിയൊരു രൂപമെടുത്ത് വരാൻ പോകുന്നത് എന്ന ബോധം ബ്രഹ്മാവിനുണ്ട്. അത് ഭക്തർക്കും ഉണ്ടാകണം. ചെറിയ രൂപത്തിൽ ഒരു വാമനനായി കാണുമ്പോൾ അത് അവിടെ പരിമിതമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് സർവവ്യാപിയായ നാരായണനാണെന്ന് ഭക്തർക്കൊരു ഉപദേശമായിട്ട് കൂടി ഇത് കണക്കാക്കാം. അപ്പൊ ഇവിടെ ത്രിനാഭായ ത്രിപൃഷ്ഠായ ശിപിവിഷ്ടായ വിഷ്ണവേ, ഇങ്ങനെ രണ്ടാമത്തെ ശ്ലോകം. അതായത് നമസ്തേ പൃഷ്ണിഗർഭായ വേദഗർഭായ വേധസേ ത്രിനാഭായ ത്രിപൃഷ്ഠായ ശിപിവിഷ്ടായ വിഷ്ണവേ. ഇനി അടുത്തത് മൂന്നാമത്തെ ശ്ലോകം. ത്വമാദിരന്തോ ഭുവനസ്യ മധ്യം അനന്തശക്തിം പുരുഷം യമാഹു കാലോ ഭവാനാക്ഷിപതീശ വിശ്വം സ്രോതോ യഥാന്ത പതിതം ഗഭീരം. ത്വം അങ്ങ്, ആദി അന്തഃ മധ്യം, എന്തിൻ്റെ? ഭുവനസ്യ, ഭുവനത്തിൻ്റെ ആദിയും മധ്യവും അന്തവും അങ്ങ് തന്നെയാണ്. ഭുവനം എന്ന വാക്കുകൊണ്ട് പ്രപഞ്ചത്തെ സൂചിപ്പിക്കുന്നു. പ്രപഞ്ചത്തിന്റെ തുടക്കം ഏറ്റവും ആദിയിൽ എന്തായിരുന്നു? അങ്ങാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അങ്ങ് പ്രപഞ്ചത്തിന്റെ തുടക്കമാണ്. ഇപ്പോൾ പ്രപഞ്ചമായി നമുക്ക് മുമ്പിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു താമരയായി നമുക്ക് സങ്കല്പിക്കാം ലോകത്തെ. അതെന്താണ്? അത് അങ്ങ് തന്നെയാണ്. അപ്പോൾ പ്രപഞ്ചത്തിന്റെ മധ്യവും അങ്ങ് തന്നെയാണ്. ക്രമേണ ഇത് ലയിക്കും. അങ്ങനെ ലയിച്ച് ഇല്ലാതെയാകുമ്പോൾ ശേഷിക്കുന്നത് ആരാ? അങ്ങ് മാത്രമാണ്. അപ്പൊ പ്രപഞ്ചത്തിന്റെ അന്തവും അങ്ങ് തന്നെയാണ്. അതായത് ആദി മധ്യം അന്തം, ഇത് മൂന്നും അങ്ങ് തന്നെയാണ്. നേരത്തെ 3 ഗുണങ്ങളെ ഭരിക്കുന്നവൻ, 3 ഗുണങ്ങളായി പ്രകടമായവൻ എന്ന് പറഞ്ഞു. ആ അർത്ഥവും ഇവിടെ കിട്ടും. കാരണം സത്വം, രജസ്, തമസ്. അതായത് രജസ് സൃഷ്ടിക്കുന്നു, സത്വം നിലനിർത്തുന്നു, തമസ് ലയിപ്പിക്കുന്നു. ഈ 3 ഭാവവും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ആദിയാണ്, മധ്യമാണ്, അന്തമാണ് ഭുവനത്തിന്റെ. ഭുവനം എന്ന ശബ്ദം കൊണ്ട് നമുക്ക് ഈ ദേഹത്തെ എടുക്കാം. അപ്പൊ ഈ ദേഹത്തിന്റെ തുടക്കവും ഈ ദേഹത്തിന്റെ നിലനിൽപ്പും ഈ ദേഹത്തിന്റെ ഒടുക്കവും ഭഗവാൻ തന്നെയാണ്, ഭഗവാനിൽ തന്നെയാണ്. അപ്പോൾ ജനന മരണം എന്നുള്ളത് ഒരു തോന്നൽ മാത്രമാണ്. ശാശ്വതമായ സത്യം, ശുദ്ധമായ ബോധമൊന്നു മാത്രമാണ്. ആ ബോധത്തെ ആശ്രയിച്ചാൽ ഈ ആദിയും മധ്യവും അന്തവും നമുക്കില്ലാതെയാകും. നമ്മൾ അനന്തരായി ഭവിക്കും. അപ്പോൾ അനന്തതയെ ആഗ്രഹിക്കുന്നവർ, അമരത്വത്തെ ആഗ്രഹിക്കുന്നവർ ഭഗവാനെ ആശ്രയിക്കണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഇവിടെ ത്വമാദിരന്തോ ഭുവനസ്യ മധ്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പറയുന്നു അനന്ത ശക്തി. അനന്തമായ ശക്തിയുള്ളവനാണ് ഭഗവാന്റെ ലീലയാണ് പ്രപഞ്ചം. പ്രപഞ്ചം അനിത്യമാണ്, എന്നാൽ അവ്യയമാണ്. അനിത്യം എന്ന് പറഞ്ഞാൽ ശാശ്വതമല്ലാത്തത്, അവ്യയം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്. ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ ശബ്ദമാണ്. എന്നാൽ ഇത് രണ്ടും പ്രപഞ്ചത്തിന് ചേരും. കാരണം പ്രപഞ്ചം നിത്യം പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ പരിണാമത്തിനൊരു അവസാനമില്ല. അത് സദാ അങ്ങനെ തന്നെ നിൽക്കുന്നു. അത് എപ്പോൾ തുടങ്ങിയെന്നും ആർക്കും അറിയില്ല, എപ്പോൾ അവസാനിച്ചു എന്നും ആർക്കും അറിയില്ല. അതിന്റെ ആദിയും അറിയില്ല, അന്തവും അറിയില്ല. മധ്യത്തിൽ കുറച്ചു നേരത്തേക്ക് കാണുന്നത് മാത്രമാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ആ ഭാവത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ ശക്തിയും അനന്തമാണ്. കാരണം ഇത് ഓരോന്നും ചെയ്യുന്നത് ഭഗവാന്റെ ശക്തിയാണ്. അപ്പൊ പ്രപഞ്ചം തന്നെ അനന്തമായിരിക്കുന്നത് കൊണ്ട് അനന്ത ശക്തിയോട് കൂടിയവനാണ് ഭഗവാൻ. ഭഗവാന്റെ ശക്തിയെ അളക്കാൻ നമ്മൾ ആളല്ല. ശക്തിയെ നമുക്ക് ധ്യാനിക്കാം. ഭഗവാന്റെ ശക്തിയെ നമ്മൾ പല ഭാവത്തിൽ ധ്യാനിക്കുന്നു. അപ്പൊ പല ഭാവത്തിൽ ധ്യാനിക്കുന്ന സമയത്ത് അത് പരിമിതമായ ധ്യാനമാണെന്ന ബോധം നമുക്കുണ്ടാകണം എന്ന സൂചനയും ഇവിടെ അനന്ത ശക്തി എന്ന പ്രയോഗത്തിലുണ്ട്. കാരണം കുറച്ചു നേരത്തേക്ക് നമ്മൾ കാണുന്നതാണ് ആ ശക്തി. അത് ഭഗവാന്റെ പൂർണ്ണതയല്ല. അത് കഴിഞ്ഞാൽ മറ്റൊരു ഭാവം പ്രകടിക്കും, അത് കഴിഞ്ഞാൽ മറ്റൊരു ഭാവം പ്രകടിപ്പിക്കും. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഭഗവാന്റെ ശക്തി അനന്തമാണെന്ന ബോധത്തോടു കൂടി ഭഗവാനെ ഉപാസിക്കണം.
ഇനി ഭഗവാന്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ലക്ഷ്മി ദേവിയെയും സങ്കല്പിക്കാം. ഭഗവാന്റെ വിഭൂതിയാണ്, ശ്രീയാണ് ലക്ഷ്മി. അപ്പൊ ഈ പ്രപഞ്ചമായി ശോഭിക്കുന്നത് ഭഗവാന്റെ ശ്രീയാണ്. ആ ശ്രീക്ക് ഒരു അവസാനമില്ല. അപ്പൊ അനന്തമായ ലക്ഷ്മി ഭാവത്തിൽ വിളങ്ങുന്നത്, അനന്തമായ ഐശ്വര്യഭാവത്തിൽ വിളങ്ങുന്നത് അങ്ങ് തന്നെയാണ്. അപ്പൊ ആ ശ്രീരൂപത്തിൽ ഇരിക്കുന്ന ശ്രീമാനായ അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറയാൻ കൂടിയാണ് അനന്ത ശക്തി എന്നിവിടെ വിളിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ പല കർമ്മങ്ങളും ചെയ്യാനുണ്ട്. ആ കർമ്മങ്ങൾ ചെയ്യാനൊക്കെ ശക്തി നമുക്ക് ആവശ്യമാണ്. ആ ശക്തിക്ക് നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് നമുക്ക് ഗുരുവായിരിക്കുന്ന ബ്രഹ്മാവിനോട് ചോദിച്ചാൽ ബ്രഹ്മാവ് പറയാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകും. കാരണം അവിടെ അനന്ത ശക്തിയുണ്ട്. ശക്തിയുടെ പ്രവാഹം അവിടെ അവസാനിക്കുന്നേയില്ല. അവസാനമില്ലാതെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയാണ് ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ അടുത്ത് ചെന്നാൽ നമുക്ക് വേണ്ട ഊർജം, ശക്തി നമുക്ക് ലഭിക്കും. അപ്പൊ എന്ത് ശ്രേഷ്ഠമായ പ്രവൃത്തി ചെയ്യണമെങ്കിലും ഭഗവാനെ ആശ്രയിക്കണം. ആ ആശ്രയം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ പ്രവൃത്തി ചെയ്യാൻ പറ്റൂ എന്ന രഹസ്യം ഇവിടെ ബ്രഹ്മാവ് വ്യക്തമാക്കുകയാണ്. അങ്ങനെ നമ്മൾ ഭഗവാനെ ശരണം പ്രാപിക്കുമ്പോൾ ആ ഭഗവാന്റെ അനന്ത ശക്തി നമ്മിലൂടെ പ്രവഹിച്ച് നമുക്കും വളരെ ശ്രേഷ്ഠമായ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും ആൾക്കാർ ഇവിടെ ചെയ്യുന്നുണ്ട്, ഭക്തരെ ചെയ്യുന്നതായി നമുക്ക് കാണാം. അത് ഭഗവാന്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ശ്രേഷ്ഠ കാര്യങ്ങളിൽ ഭഗവാന്റെ ശക്തിയെ അറിയാനും ചെയ്യാനുള്ള ശ്രേഷ്ഠ കാര്യങ്ങൾക്കായി ഭഗവാന്റെ ശക്തിയെ ആർജിക്കാനും നമ്മൾ ശ്രമിക്കണം എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് അനന്ത ശക്തിയാണ് ഭഗവാൻ. അടുത്തതായി വിളിക്കുന്നു യം ആഹു പുരുഷം. ആരെയാണോ പുരുഷൻ എന്ന് വിളിക്കുന്നത് അത് ത്വം, അങ്ങ് തന്നെയാണ്. പുരുഷം എന്ന് പറഞ്ഞാൽ പുരത്തിൽ വസിക്കുന്നവൻ. പുരം ദേഹം, ദേഹത്തിൽ വസിക്കുന്നത് ജീവൻ. അപ്പൊ ജീവനായിരിക്കുന്നത് അങ്ങാണ്. പുരം എന്നുള്ളത് പ്രപഞ്ചത്തെ എടുക്കാം. കാരണം പ്രപഞ്ചാകാരമാണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തെ മുഴുവൻ ഭഗവാന്റെ ദേഹമായി എടുത്താൽ അതിൽ വസിക്കുന്ന പരമാത്മാവ് അഥവാ ഈശ്വരനായിരിക്കുന്നവൻ പുരുഷൻ. പുരുഷ സൂക്തത്തിൽ ഈ ഭാവമാണ്. വിശ്വരൂപ ദർശന യോഗത്തിലും ഈ ഭാവമാണ്. അപ്പൊ അവിടെ ഭഗവാൻ സർവവ്യാപിയാണ്, അതിനതിക്രമിച്ച് നിൽക്കുന്നവനാണെന്ന രഹസ്യം ആ നാമത്തിലുണ്ട്. അപ്പൊ എല്ലായിടത്തും നമ്മൾ കാണുന്നത് മുഴുവൻ ഭഗവാന്റെ തന്നെ നാമവും രൂപവുമാണെന്ന് മനസ്സിലാക്കിയാൽ ഒന്നിനോടും നമുക്ക് വെറുപ്പുണ്ടാവുകയില്ല, ഒന്നിനോടും നമുക്ക് ഭയവും ഉണ്ടാവുകയില്ല, എല്ലാത്തിനോടും ഭക്തി ഉണ്ടാകും. അപ്പോൾ നമ്മുടെ നിത്യജീവിതം തന്നെ ഭക്തി എന്ന സാധനയായി മാറും. ഭക്തി വർദ്ധിക്കുമ്പോൾ ഉള്ളു ശുദ്ധമാകും, ആത്മജ്ഞാനവും ലഭിക്കും. അതുകൊണ്ട് ഭഗവാനെ പുരുഷൻ എന്ന് വിളിച്ചിരിക്കുന്നു. പുരുഷ ശബ്ദത്തിന് ഭരിക്കുന്നവൻ എന്ന അർത്ഥവുമുണ്ട്. രാജാവായിരിക്കുന്നവൻ. ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുന്നത് ഭഗവാനാണ്. ഇവിടെ ഏതെല്ലാം ദേവതകൾ ഉണ്ടോ അവരെല്ലാം പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ്. അതുകൊണ്ട് എല്ലാവരെയും ഭരിക്കുന്നവനായതുകൊണ്ട് പുരുഷൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. പുരു എന്ന ശബ്ദത്തിന് ധാരാളം എന്ന അർത്ഥമുണ്ട്. ഷ എന്ന ശബ്ദം കൊണ്ട് നിദ്ര, പ്രസവം, നാശം എന്നൊക്കെ സൂചിപ്പിക്കുന്നു. അപ്പോ ധാരാളം നിദ്രയുള്ളവൻ എന്ന് ഒരർത്ഥം. ധാരാളം നിദ്രയുള്ളവൻ, യോഗ നിദ്രയിലാണ് നാരായണൻ സദാ ഇരിക്കുന്നത്. അദ്ദേഹം ലോകത്തിൽ മുഴുവൻ ക്രീഡിക്കുന്നുണ്ടെങ്കിലും അവനവനെ തന്നെ അനുഭവിച്ചിരിക്കുകയാണ്. ആ അവനവനെ അനുഭവിച്ചിരിക്കുന്ന ഭാവമാണ് യോഗനിദ്ര. അപ്പോൾ ഏറ്റവും വലിയ ധാരാളമായ നിദ്രയുള്ളവൻ, കാരണം സദാ തന്നിൽ തന്നെ രമിക്കുന്നവൻ, യോഗനിദ്രയിൽ ആണ്ടിരിക്കുന്നവൻ എന്നുള്ളത് കൊണ്ട് നാരായണനെ സൂചിപ്പിക്കാൻ പുരുഷ ശബ്ദം എടുക്കാം. ഇനി പ്രസവം എന്ന അർത്ഥത്തിൽ ഷ എന്ന പദത്തിന് പ്രസവം എന്ന അർത്ഥമെടുത്താൽ ധാരാളം പ്രസവിക്കുന്നവൻ എന്നർത്ഥം വന്നു. ധാരാളം പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിയെ മുഴുവൻ അദ്ദേഹമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ ഉള്ളതെല്ലാം ഇത് അനന്തമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആ അനന്തമായതിനെ മുഴുവൻ പ്രസവിക്കുന്നത് കൊണ്ട് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് എന്ന ഭാവത്തിൽ പുരുഷ എന്ന് വിളിക്കാം. ഇനി ഷ എന്ന പദത്തിന് നാശം എന്ന് അർത്ഥമെടുത്താൽ ധാരാളം നശിപ്പിക്കുന്നവൻ, ഉണ്ടായതിനെ എല്ലാം നിലനിർത്തി ഇല്ലാതെയാക്കുന്ന ആ രുദ്രഭാവത്തിലുള്ളതും ഭഗവാൻ തന്നെയാണ്. അപ്പോ സ്രഷ്ടാവ് എന്ന ഭാവത്തിൽ ആദ്യം നിദ്ര പറഞ്ഞു. അപ്പൊ നിദ്ര എന്ന ഭാവത്തിൽ ഇരിക്കുന്നത് മഹാവിഷ്ണു. അത് കഴിഞ്ഞ് സ്രഷ്ടാവ്, പ്രസവിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പറഞ്ഞു. ഒരുപാട് പ്രസവിക്കുന്നവൻ അതായത് ബ്രഹ്മാവ്, ഒരുപാട് നശിപ്പിക്കുന്നവൻ അതായത് രുദ്രൻ അഥവാ ശിവൻ. ഇങ്ങനെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരനായി ത്രിമൂർത്തിയായി ലോകത്തിൽ വിളങ്ങുന്നവനായതുകൊണ്ട് ഭഗവാനെ പുരുഷ എന്ന് വിളിക്കുന്നു. ആ പുരുഷന് നമസ്കാരം. അടുത്തത് വിളിക്കുന്നു കാലഹ. കാല ശബ്ദത്തിന് കറുത്തവൻ എന്നൊരർത്ഥമുണ്ട്. ഭഗവാൻ കൃഷ്ണൻ എന്ന പേര് കിട്ടിയത് തന്നെ അദ്ദേഹം കറുത്തിട്ടാണ്. ആ കറുപ്പ് വാസ്തവത്തിൽ അവ്യക്തതയെയാണ് സൂചിപ്പിക്കുന്നത്, വ്യക്തമല്ല. എന്താണെന്ന് തിട്ടപ്പെടുത്തി പറയാൻ പ്രയാസമുള്ളതിനെയാണ് അവ്യക്തം എന്ന് വിളിക്കുക. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭൂതമല്ലാത്തതാണ് അവ്യക്തം.
അങ്ങനെയുള്ളതാണ് ഭഗവാന്റെ സ്വരൂപം. അതുകൊണ്ട് ഭഗവാൻ കറുത്തവനാണ്, കാലനാണ്. ഇനി കാലശബ്ദത്തിന് സമയം എന്ന അർത്ഥമുണ്ട്. സമയമായി, കാരണം ഇവിടെ ഒന്ന്, അത് കഴിഞ്ഞ് അടുത്തത്, അത് കഴിഞ്ഞ് അടുത്തത് എന്ന് ഈവൻസ് നടക്കുന്നതിൻ്റെ ഒരു ഫ്ലോവിനെയാണ് നമ്മൾ സമയം എന്ന് പറയുന്നത്. അപ്പൊ പ്രപഞ്ചമായി പ്രവഹിക്കുന്നത് അദ്ദേഹമായതുകൊണ്ട് അദ്ദേഹം സമയസ്വരൂപനാണ്. കാലം എന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു സമയഭേദമുണ്ടല്ലോ, അത് ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം കാലനാണ്. ഇനി കാല എന്ന ശബ്ദത്തിന് യമൻ എന്ന അർത്ഥമുണ്ട്. അപ്പോൾ ലോകത്തിലുള്ളവരെ മുഴുവൻ അവരുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള അനന്തര ലോകങ്ങളെ പ്രദാനം ചെയ്യുന്നു. ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുന്നവൻ, അവർക്ക് അനുഗ്രഹം കൊടുക്കേണ്ടവർക്ക് അനുഗ്രഹം കൊടുക്കുന്നവൻ, ഇങ്ങനെ യമപുരിയിൽ യമഭാവത്തിൽ മരണാനന്തരം ഇനി എങ്ങോട്ട് എന്ന് നിശ്ചയിക്കുന്ന യമഭാവത്തിൽ ഇരിക്കുന്നവനായതുകൊണ്ടും ഭഗവാനെ കാല എന്ന് വിളിക്കാം. കാരണം ഓരോ വ്യക്തിയും ചെയ്തിട്ടുള്ള കർമ്മങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിനനുസരിച്ചിട്ട് ഇന്ന ഇന്ന ലോകങ്ങളെ അവന് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നവനാണ് യമൻ. അപ്പൊ അതുകൊണ്ട് യമഭാവത്തിൽ ഇരിക്കുന്നവൻ കാലൻ എന്ന് ഇവിടെ പറയാം. ഇനി അടുത്തത് പറയുന്നു, ഭവാൻ ആക്ഷിപതി ഈശ വിശ്വം. വിശ്വത്തെ അങ്ങ് വലിക്കുന്നു, ആകർഷിക്കുന്നു എന്നിവിടെ പറയുന്നു. വിശ്വത്തെ വലിക്കുന്നു, ആകർഷിക്കുന്നു. എങ്ങനെ? സ്രോതഃ യഥാന്തഃ പതിതം ഗഭീരം. ഗഭീരമായ സ്രോതം എന്ന് പറഞ്ഞാൽ പ്രവാഹമാണ്, ജലപ്രവാഹമാണ്, നദിയാണ്. വളരെ ആഴമുള്ള ഒരു നദീ പ്രവാഹത്തിൽ അതിൻ്റെ ഉള്ളിൽപ്പെട്ടിട്ടുള്ള, അതിപ്പോ ജീവജാലങ്ങളാകാം, വസ്തുക്കളാകാം, പലതും അതിൻ്റെ ഉള്ളിൽപ്പെട്ടിട്ടുണ്ടാവും. ആ ഉള്ളിൽപ്പെട്ടതിനെ എല്ലാം ഏതുപോലെ വഹിക്കുന്നുവോ അതിനെങ്ങനെ കൊണ്ടുപോകണം. അവർക്കൊന്നും ഒരു സ്വാതന്ത്ര്യമില്ല. നദി ഇങ്ങനെ വളരെ വേഗത്തിൽ ഒഴുകുമ്പോൾ അതിൻ്റെ കൂടെ ഒഴുകുക എന്ന് മാത്രമേ അവർക്ക് പറ്റൂ. അത് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റൂ. അതുപോലെ ഈ വിശ്വത്തെ എല്ലാത്തിനെയും തൻ്റെ ഉള്ളിൽ, കാരണം വിശ്വം മുഴുവൻ നിലനിൽക്കുന്നത് ഭഗവാനാണ്. അപ്പൊ ഭഗവാനിൽ നിർത്തിക്കൊണ്ട് തന്നിൽ നിലനിർത്തിയിട്ടുള്ള സമസ്ത വിശ്വത്തെയും തൻ്റെ കൂടെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നവൻ, അതിനെ ഒഴുക്കുന്നവൻ, അതിനെ ധരിക്കുന്നവൻ എന്നെല്ലാം അർത്ഥത്തിൽ ഭഗവാനെ ഇവിടെ വിളിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ കാലനാണ് എന്ന അർത്ഥവും നമുക്കെടുക്കാം. കാരണം സമയമാണല്ലോ. അപ്പോൾ സദാ എല്ലാവരെയും ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവുകയാണ്, പ്രവാഹമായി കൊണ്ടുപോവുകയാണ്. ഏത് പ്രവാഹം? സമയപ്രവാഹമായിട്ട്. ഏതുപോലെയാണോ നദി തൻ്റെ ഉള്ളിൽ പതിച്ചിട്ടുള്ളതിനെ എല്ലാം കൊണ്ടുപോകുന്നത്, അതുപോലെ കൊണ്ടുപോകുന്നവനാണ്. അതുകൊണ്ട് കാലനാണ് ഭഗവാൻ എന്നൊരർത്ഥം വന്നു. ആക്ഷിപതി എന്ന പദത്തിന് ആകർഷിക്കുക എന്ന അർത്ഥമുണ്ട്. അപ്പൊ നേരത്തെ കാലശബ്ദത്തിന് കറുത്തവൻ എന്ന് കൃഷ്ണൻ എന്ന നാമം പറഞ്ഞു. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്നവനാണ്. അപ്പൊ ഭഗവാൻ കറുത്തവനാണ്, കാരണം എല്ലാം തന്നിലേക്ക്, കാരണം കറുപ്പ് നിറം എല്ലാം ആകർഷിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാം ആകർഷിക്കുന്ന ഭാവത്തിന് കറുപ്പ് നിറം സങ്കല്പിക്കുന്നത്. അപ്പൊ ഭഗവാൻ എല്ലാം ആകർഷിക്കുന്നവനാണ്. സമയത്തെ തന്നെ തന്നിലേക്കാണ് ആകർഷിക്കുന്നത്. അപ്പൊ സമയപ്രവാഹത്തിൽ പെട്ടിട്ടുള്ള, സമയപ്രവാഹം എന്ന് പറയുമ്പോൾ സംസാര പ്രവാഹമായി, ജനന മരണ ചക്രമായി, ആ സംസാര പ്രവാഹത്തിൽ പെട്ടിട്ടുള്ള എല്ലാ ജീവജാലങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ. അവർക്ക് മുക്തിയെ നൽകാനാണ് തന്നിലേക്ക് ആകർഷിക്കുന്നത്. കാരണം ഭഗവാനിൽ ലയിച്ചാൽ അവർക്ക് മുക്തി കിട്ടി. അപ്പൊ പ്രപഞ്ചത്തിന് മുഴുവൻ മുക്തിയെ നൽകുന്നവനായതുകൊണ്ടും ഇവിടെ ഭഗവാനെ കാല എന്ന ശബ്ദത്തിൽ വിളിച്ചിരിക്കുന്നു. അതാണ് കാലോ ഭവാൻ ആക്ഷിപതീശ വിശ്വം സ്രോതോ യഥാന്ത പതിതം ഗഭീരം. ഭഗവാൻ ഈശനാണ്, എല്ലാം ഭരിക്കുന്നവനാണ്. അപ്പൊ ഇവിടെ കാലശബ്ദം കാലസ്വരൂപനായിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ഈശ ശബ്ദത്തെ ചേർത്ത് വായിച്ചാൽ ആ കാലത്തിന് ഈശനായിരിക്കുന്നവൻ. അപ്പൊ കാലം ഒരു പ്രവാഹമാണ്. ആ പ്രവാഹത്തിൽ ജീവജാലങ്ങൾ പെട്ടുപോയിട്ടുണ്ട്, അവരെല്ലാവരും ഒഴുകുകയാണ്. പക്ഷെ ആ പ്രവാഹത്തെ തന്നെ നിയന്ത്രിക്കുന്നവൻ ഭഗവാനാണ്. അവരെ തന്നിലേക്ക് ആകർഷിച്ച് അവർക്ക് മുക്തിയെ നൽകുന്നവനാണ്. അതുകൊണ്ട് ഈശനാണ്. അപ്പൊ സമസ്ത വിശ്വത്തിനും ഭഗവാൻ ഈശനാണ്. കാലത്തിന്റെ പ്രവാഹത്തെ സ്വാധീനിക്കുന്ന ഈശനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് കാലോ ഭവാൻ ആക്ഷിപതീശ വിശ്വം സ്രോതോ യഥാന്ത പതിതം ഗഭീരം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി സ്രോത ശബ്ദത്തിന് ഇന്ദ്രിയം എന്ന അർത്ഥമുണ്ട്. അപ്പൊ ഇന്ദ്രിയം എന്ന അർത്ഥം എടുത്താൽ ഇന്ദ്രിയത്തിന്റെ പ്രവാഹം, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവാഹത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർ, അതായത് ഇന്ദ്രിയ വിഷയ ലോഭങ്ങളിൽ മുങ്ങിപ്പോയിട്ടുള്ള ആൾക്കാർ, സാധാരണ ജീവന്മാർക്ക് തന്നിലേക്ക് ആകർഷിച്ച് അവർക്ക് മോക്ഷത്തെ നൽകുന്നു. ഇതിന് നല്ല ഉദാഹരണമാണ് കൃഷ്ണാവതാരം. അപ്പൊ ഭഗവാന്റെ അവതാരത്തിൽ ഭഗവാനെ ആരൊക്കെ കാണുന്നുവോ അവരൊക്കെ ഭഗവാനെ ആകർഷിച്ചു പോവുകയാണ്, ആകൃഷ്ടരാവുകയാണ്. ഭഗവാന്റെ സൗന്ദര്യം അത്രയും ഗംഭീരമാണ്. അപ്പൊ ആകർഷിക്കുകയാണ്, ഇന്ദ്രിയങ്ങളിലൂടെയാണ് ആകർഷിക്കുന്നത്. ഗോപികമാർക്കൊക്കെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് ആകർഷണം ഉണ്ടായത്. പക്ഷെ ആ ആകർഷണം ഭഗവാനിലേക്ക് ആയതുകൊണ്ട് ക്രമേണ ആ ആകർഷണം, ആ രാഗം ഭക്തിയായി മാറി. ആ ഭക്തി മുക്തിയിലേക്ക് അവരെ നയിച്ചു. അവർ ജീവൻ മുക്തരായി ഭവിച്ചു. അപ്പൊ ഭഗവാൻ ഇന്ദ്രിയ തലത്തിൽ നിൽക്കുന്ന ആൾക്കാരെ
ലോകത്തിൽ ഓരോ ഭാവത്തിൽ പ്രകടമായിക്കൊണ്ട് ആ ഭാവത്തിന്റെ മഹിമയെ അവരെ ബോധിപ്പിച്ച് ആ ഭാവത്തിലൂടെ അവരെ ആകർഷിപ്പിച്ച് അവരുടെ ഇന്ദ്രിയങ്ങളെ തന്നിലേക്ക് വലിച്ച് ആ ഇന്ദ്രിയ പ്രവാഹത്തിൽ അവരുടെ മനസ്സിനെയും ആ ജീവഭാവത്തെയും തന്നിലേക്ക് കൊണ്ടുവന്ന് തൻ്റെ മഹിമാവ് മനസ്സിലാക്കി ചിത്തശുദ്ധി വരുത്തി അതിൻ്റെ ഉള്ളിൽ ചൈതന്യമായി സ്ഫുരിക്കുന്ന തേജസ്സിനെ അവർക്ക് സാക്ഷാത്കരിപ്പിച്ചു കൊടുത്ത് അത് തന്നെയാണ് താൻ എന്ന ബോധം കൊടുത്ത് രണ്ടും ഒന്നെന്ന ഭാവത്തിൽ അവരെ മുക്തരാക്കുന്നവനായതുകൊണ്ടും ഇവിടെ ഭഗവാനെ കാല ഈശ എന്ന് വിളിച്ചിരിക്കുന്നു. അതാണ് ഈ ശ്ലോകം, മൂന്നാമത്തെ ശ്ലോകം. അതായത് ത്വമാദിരന്തോ ഭുവനസ്യ മധ്യം അനന്തശക്തിം പുരുഷം യമാഹു കാലോ ഭവാനാക്ഷിപതീശ വിശ്വം സ്രോതോ യഥാന്ത പതിതം ഗഭീരം. അടുത്തത് അവസാനത്തെ ശ്ലോകമാണ്, നാലാമത്തെ ശ്ലോകമാണ്. ത്വം വൈ പ്രജാനാം സ്ഥിരജംഗമാനാം പ്രജാപതീനാം അസി സംഭവിഷ്ണു ദിവൗകസാം ദേവ ദിവശ്ചുതാനാം പരായണം നൗരിവ മജ്ജതോപ്സു. ത്വം വൈ പ്രജാനാം സ്ഥിരജംഗമാനാം സംഭവിഷ്ണു. പ്രജകൾ എന്ന് പറഞ്ഞാൽ ജനിച്ചിട്ടുള്ളത് എന്ന ശബ്ദത്തിൽ എല്ലാം പെട്ടു. അതിനെ ഒന്നുകൂടി വിശേഷിപ്പിക്കാനായി സ്ഥിര ജംഗമാനാം, സ്ഥിരമായിട്ടുള്ളതും ഇളകാതെ നിൽക്കുന്നതും ഇളകിക്കൊണ്ടിരിക്കുന്നതും, അതാണ് ജംഗം. അപ്പോൾ സ്ഥാവരവും ജംഗമവുമായിട്ടുള്ള എല്ലാ പ്രജകളും. അപ്പൊ നമ്മൾ നിർജീവം എന്ന് കരുതുന്നത് പോലും ഈ പ്രജാശബ്ദത്തിൽ പെട്ടു. അപ്പൊ അങ്ങനെയുള്ള സർവത്തിനും സംഭവിഷ്ണു ത്വം. സംഭവിഷ്ണു എന്ന് പറഞ്ഞാൽ ക്രിയേറ്റർ എന്നാണ് അർത്ഥം, സൃഷ്ടിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിനെല്ലാം ഉറവിടം താനാണ്. അതായത് എല്ലാ പ്രജകളെയും സൃഷ്ടിക്കുന്നവൻ നീയാണ്. അതുമാത്രമല്ല, നീ പ്രജാപതീനാം അസി സംഭവിഷ്ണു, പ്രജാപതികളുടെയും നീ സ്രഷ്ടാവാണ്. പ്രജകളെ ഭരിക്കുന്നവരെന്ന് സാമാന്യ അർത്ഥത്തിൽ പ്രജാപതി. അപ്പൊ ഈ പ്രജകളെ ഇവിടെ ഭരിക്കുന്ന ഏതേത് ശക്തികളുണ്ടോ അവരെ എല്ലാം പ്രജാപതിയായിട്ട് വിളിക്കാം. ഇനി പ്രജാപതിമാരെന്ന് പറഞ്ഞ് 10 പേരെ എടുത്തു പറയുന്നുണ്ട് ചില ശാസ്ത്രങ്ങൾ. ആ പ്രജാപതികൾ എന്ന് പറഞ്ഞാൽ മരീചി, അത്രി, അംഗീരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, വസിഷ്ഠൻ, ദക്ഷൻ, ഭൃഗു, നാരദൻ. ഈ 10 പേരെയും പ്രജാപതികൾ എന്ന് വിളിക്കും. അപ്പൊ ആ പ്രജാപതികളായിരിക്കുന്നതും നീയാണ്. പ്രജയും നീയാണ്, പ്രജാപതിയും നീയാണ്. ഇത് രണ്ടിന്റെയും ഉറവിടം നീയാണ്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മളെല്ലാം ജനിക്കുന്നു. ഈ ജനിക്കുന്ന ഭാവത്തിൽ നമ്മളൊക്കെ പ്രജകളാണ്. ക്രമേണ സാധനയിലൂടെ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ച് കൂടുതൽ ഉയരത്തിലേക്ക് എത്തിയാൽ നമ്മൾ പ്രജാപതികളായി. കാരണം ജനിച്ചിട്ടുള്ള ഈ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ ഭരിക്കുന്നവരായി നമ്മൾ ഭവിച്ചു. അപ്പോൾ പ്രജകൾ ഇവിടെ സ്ഥാവര ജംഗമം എന്ന് പറയുമ്പോൾ ദേഹവും ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. കാരണം ദേഹത്തിന് പൊതുവെ ഇളക്കമില്ല. അപ്പോൾ ആ ഇളകാതിരിക്കുന്ന ദേഹത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്ദ്രിയങ്ങളും മനസ്സും എന്നുള്ളത് കൊണ്ട് സ്ഥാവര ജംഗമ ശബ്ദം കൊണ്ട് നമുക്ക് ദേഹത്തെ എടുക്കാം. അപ്പോൾ ആ ദേഹത്തിലും മനസ്സിലും ഒക്കെ അതിനെ പ്രജകളായിട്ട് എടുത്താൽ അങ്ങനെയുള്ള ആ പ്രജകളെ നിയന്ത്രിച്ചുകൊണ്ട് പ്രജാപതിയായി സാധനയിലൂടെ നമുക്ക് ഭവിക്കാൻ പറ്റും. അപ്പോൾ പ്രജകളായി നമ്മൾ വരുന്നതും ഭഗവാനിൽ നിന്നാണ്. പിന്നീട് ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഈ പ്രജകൾക്കൊക്കെ ആധിപത്യം നേടി പ്രജാപതിയായി നമ്മൾ ഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളവരെല്ലാം പ്രജകളാണെന്നും, അതായത് നിങ്ങൾ ജനിച്ചവരാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉറവിടം ഭഗവാനിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ ഭഗവാന്റെ അംശമാണെന്ന ബോധം നിങ്ങൾക്കുണ്ടാകണം എന്ന ഉപദേശം ബ്രഹ്മാവ് ഇവിടെ നൽകുന്നുണ്ട്. അപ്പൊ ഭഗവാന്റെ അംശമായി നിങ്ങൾ ജനിച്ചു, നിങ്ങൾ നിലനിൽക്കുന്നത് ഭഗവാനിലാണ്. ഇനി ക്രമേണ നിങ്ങളുടെ ഈ ചെറിയ പരിമിതിയെ മുഴുവൻ തരണം ചെയ്ത് പ്രജാപതി ഭാവത്തെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതിനും ആ ഭഗവാന്റെ കരുണ തന്നെ നിങ്ങൾ സമ്പാദിക്കണം എന്ന് സൂചിപ്പിക്കാൻ പ്രജാപതികളുടെയും സംഭവിഷ്ണുവാണങ്ങ്, ഉറവിടമാണങ്ങ്. ഇനി സംഭവിഷ്ണു എന്ന ശബ്ദത്തിന് യോജിപ്പിക്കുക എന്നൊരർത്ഥം വരുന്നുണ്ട്. അപ്പൊ യോജിപ്പിക്കുന്നവനാണ് സംഭവിഷ്ണു. അപ്പൊ പ്രജകളെയും, അതായത് സ്ഥാവര ജംഗമങ്ങളായ പ്രജകളെയും പ്രജാപതികളെയും യോജിപ്പിക്കുന്നവൻ. യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ പലതുണ്ട്. ആ പല ഘടനകളെയും ചേർത്തിട്ടാണ് ഓരോന്നും ഉണ്ടാക്കുന്നത്. അണുക്കൾ ഇങ്ങനെ കൂടിയിട്ടാണ്, അണുകളാണ് പിന്നീട് ഈ പ്രപഞ്ചമായി പരിണമിക്കുന്നത്. അപ്പൊ എല്ലാത്തിനെയും കൂട്ടി കുറച്ചു നേരത്തേക്ക് നിർത്തുമ്പോഴാണ് പ്രജകളും പ്രജാപതികളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് രണ്ടിനെയും യോജിപ്പിക്കുന്നവനാണ്, അവരെ സൃഷ്ടിക്കുന്നവനാണ് എന്നർത്ഥത്തിൽ സംഭവിഷ്ണു. പ്രജകളെയും പ്രജാപതികളെയും ചേർക്കുന്നവനാണ് എന്ന അർത്ഥത്തിലും സംഭവിഷ്ണു. അതായത് പ്രജകളെ നേർവഴിക്ക് നയിക്കാൻ പ്രജാപതികളെ സൃഷ്ടിക്കുന്നു. പ്രജകൾ പല വഴിക്ക് സഞ്ചരിക്കും. അവര് ഒരു അബദ്ധത്തിൽ നിന്നും മറ്റൊരു അബദ്ധത്തിലേക്ക് ചെന്ന് ചാടി സംസാരത്തിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അവരെ ഭരിക്കാൻ, അവർക്ക് നേർവഴി കാണിക്കാൻ പ്രജാപതികളെയും ഭഗവാൻ ഉണ്ടാക്കുന്നു.
ആ പ്രജാപതികൾ, അതായത് ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്മജ്ഞാനത്തെ പ്രദാനം ചെയ്തുകൊണ്ട് അവർക്ക് ആ പരമമായ പദത്തിലേക്ക്, എല്ലാത്തിനെയും ഭരിക്കാനുള്ള ശേഷിയിലേക്ക് അവരെ ഉയർത്തുന്നു. അങ്ങനെ അവരെ പ്രജാപതികളാക്കുന്നു. ആ പ്രജാപതികളെ ഈ പ്രജകളുമായി ചേർക്കുന്നു. ഇവിടെ പ്രജാപതി ശബ്ദം കൊണ്ട് നമുക്ക് ഗുരുക്കന്മാരെ, ഋഷീശ്വരന്മാരെ തീരുമാനിക്കാം. അപ്പോൾ ഋഷീശ്വരന്മാരായി, ഗുരുക്കന്മാരായി അവരെ നിർമ്മിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് അവരുടെ സംഭവിഷ്ണുവാണ്. അങ്ങനെ നിർമ്മിച്ചിട്ട് അവരെ പ്രകടമാക്കിയിട്ട് അവരെ ഈ സാധാരണക്കാരുമായി ചേർക്കുന്നത്, അതായത് ശിഷ്യന്മാർക്ക് നല്ല ഗുരുക്കന്മാരെ പ്രദാനം ചെയ്യുന്നവനായതുകൊണ്ട് ഇവിടെ സംഭവിഷ്ണു എന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളിൽ നിന്നും പക്വത സമ്പാദിക്കാനായിട്ട് ഭഗവാനെ ആശ്രയിച്ചാൽ മതി. ആ പക്വത സമ്പാദിക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തുനിന്ന് നൽകാൻ ഒരു ഗുരുവിനെയും ഭഗവാൻ തന്നെ നമുക്ക് പ്രദാനം ചെയ്യും. അതുകൊണ്ട് മറ്റൊരു ആശ്രയം തേടേണ്ട ആവശ്യമില്ല എന്ന ഉപദേശം ബ്രഹ്മാവ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ത്വം വൈ പ്രജാനാം സ്ഥിരജംഗമാനാം പ്രജാപതീനാമസി സംഭവിഷ്ണു. ഇവിടെ പ്രജാപതി ശബ്ദം കൊണ്ട് നമുക്ക് ബ്രഹ്മാവിനെ തന്നെ എടുക്കാം. അപ്പോൾ പ്രജാപതീനാം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാക്കന്മാരുടെ, പല ബ്രഹ്മാക്കന്മാരുണ്ടായിട്ടുണ്ട്. ഓരോ സൃഷ്ടിയിലും ഓരോ ബ്രഹ്മാവാണ്. ഈ എല്ലാ ബ്രഹ്മാക്കന്മാരെയും അവരുടെ പ്രജകളുമായി ചേർക്കുന്നത്, അതായത് അവരെ അവരുടെ ലോകത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ, അവിടെ അവരെ പ്രകടമാക്കി നിലനിർത്തി ക്രമേണ ലയിപ്പിക്കുന്നത് നീ ആയതുകൊണ്ട് സംഭവിഷ്ണു. അപ്പോ ത്വം വൈ പ്രജാനാം സ്ഥിരജംഗമാനാം പ്രജാപതീനാമസി സംഭവിഷ്ണു എന്നിവിടെ ബ്രഹ്മാവ് പറയുന്നു. അപ്പൊ ബ്രഹ്മാവിന് ഭഗവാന്റെ മഹിമ നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. അപ്പൊ അതിനോടുള്ള കൃതജ്ഞതയാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇനി പറയുന്നു ദിവൗകസാം ദേവ. ദിവം എന്ന് പറഞ്ഞാൽ സ്വർഗം. ഓകസ ശബ്ദത്തിന് വസിക്കുന്നവരെന്നാണ് അർത്ഥം. അപ്പൊ സ്വർഗത്തിൽ വസിക്കുന്നവരാണ് ദിവൗകസന്മാര്. ആ ദിവൗകസന്മാരുടെ ദേവനായിരിക്കുന്നവൻ. അപ്പൊ ദിവൗകസാം ദേവ എന്നൊരു പ്രയോഗം കിട്ടി. ദേവനായിരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ പ്രകാശിപ്പിക്കുന്നവൻ. അപ്പോ സ്വർഗലോകത്തിൽ ഇരിക്കുന്നവരാരാ? പുണ്യം ചെയ്തവരാണ്. അപ്പൊ പുണ്യം പ്രദാനം ചെയ്താൽ മാത്രമേ ഒരുവന് സ്വർഗത്തിലേക്ക് വരാൻ പറ്റൂ. പുണ്യം സമ്പാദിച്ചാൽ മാത്രമേ ഒരുവന് സ്വർഗത്തിലേക്ക് വരാൻ പറ്റൂ. അപ്പൊ അവർക്ക് പുണ്യത്തെ പ്രദാനം ചെയ്യുന്നത് ആരാ? ഭഗവാനാണ്. അങ്ങനെ പുണ്യത്തെ പ്രദാനം ചെയ്ത് അവരെ സ്വർഗത്തിലേക്ക് ഉയർത്തി ആ സ്വർഗത്തിലുള്ള സൗഖ്യത്തെ നിലനിർത്തി അവർക്ക് വേണ്ടുന്ന കർമ്മഫലങ്ങളെ നൽകി ആ പുണ്യത്തെ ക്രമേണ ഇല്ലാതെയാക്കി അവർക്ക് മോക്ഷത്തിനുള്ള അനുയോജ്യത വന്നു കഴിഞ്ഞാൽ തിരിച്ച് ലോകത്തിലേക്ക് അയച്ച് അവിടെ കർമ്മം ചെയ്തുകൊണ്ട് ആ മുക്തിയെ ആർജിക്കാൻ അവരെ പ്രാപ്തനാക്കുന്നത് കൊണ്ട് ഭഗവാൻ ദിവൗകസന്മാർക്ക് ദേവന്മാരാണ്. ഇനി ദേവന്മാരെന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവരാണ്. സൂക്ഷ്മ രൂപത്തിൽ ഈ പ്രപഞ്ചത്തിൽ പല ഭാവത്തിൽ പ്രകാശിക്കുന്നവരെയൊക്കെ, ആ എല്ലാ ശക്തികളെയും നമ്മൾ ദേവന്മാരെന്നാണ് വിളിക്കുക. ആ ദേവന്മാരെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് ഭഗവാനായതുകൊണ്ട് ദിവൗകസാം ദേവ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. എല്ലാ പ്രകാശത്തിന്റെയും ഉറവിടമായിരിക്കുന്നവൻ. ദേവശബ്ദത്തിന് ഇന്ദ്രിയം എന്ന അർത്ഥമെടുത്താൽ ഇന്ദ്രിയ സുഖങ്ങളിൽ രമിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് വിഷയസുഖങ്ങളിൽ രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളായി നമുക്ക് ദിവൗകസന്മാരെ കാണാം. സുഖലോലുപരായിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് ആ സുഖത്തെ നൽകുന്നതും ദേവനാണ്. അതുകൊണ്ട് ഭഗവാനെ ദിവൗകസാം ദേവ എന്ന് വിളിക്കുന്നു. ആ സുഖങ്ങളെല്ലാം അപര്യാപ്തമാണെന്ന ബോധമുണ്ടാക്കി ആത്മാനന്ദം, ഏറ്റവും വലിയ സുഖമായിട്ട് നമുക്ക് സ്വർഗത്തെ കാണാം. അപ്പൊ അങ്ങനെ അർത്ഥത്തിലെടുത്താൽ ആ ആത്മാനന്ദത്തെ പ്രദാനം ചെയ്യുന്നവനും ഭഗവാനായതുകൊണ്ട് ദിവൗകസാം ദേവ എന്നിവിടെ വിളിച്ചിരിക്കുന്നു. ഇനി അടുത്തതായി പറയുന്നു ദിവശ്ച്യുതാനാം പരായണം. ദിവത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും വീണിട്ടുള്ളവർക്ക് ഏകാശ്രയമായിരിക്കുന്നവൻ, പരായണനായിരിക്കുന്നവൻ നീയാണ്. ഏതുപോലെ? മജ്ജത്തോ അപ്സു. അപ്സു എന്ന് പറഞ്ഞാൽ ജലത്തിൽ, അപ്പ് ജലം. ജലത്തിൽ മുങ്ങിയിരിക്കുന്ന, മജ്ജത മുങ്ങിയിരിക്കുന്നവർക്ക് നൗർ ഇവ. നൗ എന്ന് പറഞ്ഞാൽ തോണി. അപ്പൊ ജലത്തിൽ മുങ്ങിയിരിക്കുന്നവർക്ക് ഏതുപോലെയാണോ തോണി ആശ്രയമായി ഭവിക്കുന്നത്, അതുപോലെ സ്വർഗത്തിൽ നിന്നും പതിച്ചിരിക്കുന്നവർക്ക് ഭഗവാൻ ആശ്രയമായി ഭവിക്കും. ഇവിടെ കഥാസന്ദർഭം എടുത്തു നോക്കിയാൽ തന്നെ ദേവന്മാർ ഇപ്പോൾ സ്വർഗം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്, ദുഃഖിതരാണ്. ആ ദേവന്മാരുടെ ദുഃഖത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് താൻ ഇവിടെ പ്രകടമായിരിക്കുന്നത് എന്ന് ഭഗവാന്റെ ആ ഒരു വിഭൂതിയെ മനസ്സിലാക്കിയ ബ്രഹ്മാവ് രേഖപ്പെടുത്തുകയാണ്. അപ്പൊ അങ്ങ് വന്നിട്ടുള്ളത് അവരെ രക്ഷിക്കാനാണ്. ഇനി ദേവന്മാർക്കൊന്നും ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് സന്ദർഭവശാൽ നമുക്കിവിടെ പറയാം. ദിവശ്ച്യുതാനാം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നും വീണവർ എന്നും അർത്ഥമെടുത്താൽ, സ്വർഗത്തെ നമുക്ക് സുഖമായി എടുത്താൽ, സുഖത്തിൽ നിന്നും പതിച്ചവർ എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുന്നവർ എന്നെടുക്കാം, ദീനന്മാരെന്നെടുക്കാം. അങ്ങനെ ദുഃഖിക്കുന്നവർ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്താം. കാരണം എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു ദുഃഖത്തെ പേരി നടക്കുന്നവരാണ്.
അപ്പൊ ഈ സംസാരത്തിൽ പെട്ട് ദുഃഖിക്കുന്ന എല്ലാവരെയും ദിവശ്ച്യുതാനാം എന്ന ശബ്ദം കൊണ്ടെടുക്കാം. കാരണം സ്വർഗം കിട്ടാത്തവരൊക്കെ ഇപ്പോൾ ഈ ഭൂമിയിലുണ്ട്. അപ്പൊ അവരെല്ലാം തന്നെ ദിവശ്ച്യുത ശബ്ദത്തിലുള്ളവരാണെന്ന് നമുക്ക് സൂക്ഷ്മമായി എടുക്കാം. അപ്പൊ അങ്ങനെ സമസ്ത മാനവരാശിക്കും സമസ്ത ജീവരാശിക്കും, അതാണ് ദിവശ്ച്യുതാനാം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്, ആ സമസ്ത ജീവരാശിക്കും ഏകാശ്രയമായിരിക്കുക. സംസാരമാകുന്ന സാഗരത്തിൽ അവർ പെട്ടുപോയി. ആ സംസാര സാഗരത്തിൽ അവർ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലയോ എന്ന അവസ്ഥയിൽ അവർ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശാന്തമായ സുദൃഢമായ ഒരു തോണി അവരുടെ അടുത്തേക്ക് വരുന്നു. ആ തോണിയാണ് ഭഗവാൻ. ആ തോണി അവർക്ക് ഏകാശ്രയമാണ്. അതിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ അവർക്ക് ഒരു ഭയവുമില്ല. ഈ സംസാരത്തെ ഭഗവാൻ കടത്തും. അപ്പൊ ആ വൈഭവത്തോടു കൂടിയവനാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും തൻ്റെ സൃഷ്ടിയാണ്, തൻ്റെ പ്രജകളാണ് ഇവരെല്ലാം എന്ന് ബ്രഹ്മാവിന് അറിയാം. ആ പ്രജകളോട് ബ്രഹ്മാവ് പറയാണ്, നിങ്ങൾക്കൊക്കെ ഏകപരായണം ഈ ഭഗവാനാണ്. അതുകൊണ്ട് ഈ ഭഗവാനെ ആശ്രയിച്ചോളൂ എന്ന ഒരു ധ്വനി, ഒരു സൂചന ഇവിടെയുണ്ട്. അപ്പോൾ ഇത് ചേർത്തിട്ട് ഇനി വായിക്കുകയാണെങ്കിൽ ദിവൗകസാം ദിവശ്ച്യുതാനാം എന്ന് ഒരുമിച്ച് വായിച്ചാൽ, അതായത് സ്വർഗത്തിൽ വസിക്കുന്നവർ ദേവന്മാർ, ദിവശ്ച്യുതാനാം അവരിപ്പോൾ സ്വർഗത്തിൽ നിന്ന് പതിച്ചിരിക്കുകയാണ്. അപ്പൊ ദേവന്മാർ തുടങ്ങിയവർ സ്വർഗത്തിൽ നിന്ന് പതിച്ചിരിക്കുകയാണ്. ആ പതിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഏകാശ്രയമായി ഭവിക്കുന്നത് നീയാണ്, അങ്ങനെയുള്ള ദേവനാണ് നീ എന്ന് ഇവിടെ അർത്ഥം വരും. അപ്പോൾ കഥയുടെ സന്ദർഭത്തിൽ നോക്കിയാൽ ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരൊക്കെ സ്വർഗം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർക്കത് വീണ്ടും കൊടുക്കാനായിട്ടാണ് നീ വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ നിനക്ക് നമസ്കാരം എന്നൊരർത്ഥം. സ്വർഗം എന്നത് മോക്ഷം എന്ന അർത്ഥത്തിൽ, അപ്പൊ ദിവശബ്ദത്തിന് മോക്ഷം എന്ന അർത്ഥം എടുത്താൽ ആ മോക്ഷം, അതായത് നിത്യാനന്ദമാണ് മോക്ഷം. ഒരു ബന്ധനവുമില്ലാതെ സർവതന്ത്ര സ്വതന്ത്രനായിരിക്കുന്ന ആ ഈശ്വര ഭാവമാണ് വാസ്തവത്തിൽ ഓരോ ജീവനും ഉള്ളത്. എന്നാൽ ജീവൻ അതൊക്കെ മറന്നുകൊണ്ട് ഇവിടെ പെട്ടിരിക്കുകയാണ്. അതാണ് അവന്റെ ച്യുതി. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ജീവന്മാരെയും ഉദ്ധരിച്ചുകൊണ്ട് അവർക്ക് ആ മോക്ഷമാകുന്ന പരമപദം നൽകാൻ വേണ്ടി അവതരിച്ചവനാണ്. അതിനുവേണ്ടി വീണ്ടും വീണ്ടും അവതരിക്കുന്നവനാണ്. അങ്ങനെയുള്ള ദേവനാണ് നീ എന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ദിവൗകസാം ദേവ ദിവശ്ച്യുതാനാം പരായണം നൗരിവ മജ്ജതോപ്സു. അങ്ങനെ 4ാമത്തെ ശ്ലോകം സമ്പൂർണമായി. ത്വം വൈ പ്രജാനാം സ്ഥിരജംഗമാനാം പ്രജാപതീനാം അസി സംഭവിഷ്ണു ദിവൗകസാം ദേവ ദിവശ്ച്യുതാനാം പരായണം നൗരിവ മജ്ജതോപ്സു. ഇവിടെ ഭഗവാന്റെ മഹിമയെ 4 ശ്ലോകങ്ങളിൽ, 4 ശ്ലോകമാണ്, വളരെ ചെറിയ ശ്ലോകങ്ങളാണ്. എന്നാൽ അതിന്റെ ഗാംഭീര്യം വളരെ വലുതാണ്. കാരണം പറയുന്നത് ബ്രഹ്മാവാണ്, രേഖപ്പെടുത്തിയിട്ടുള്ളത് വ്യാസരാണ്. അപ്പൊ അത്രയും ശ്രേഷ്ഠരായവരുടെ സംഭാവനയായി നമുക്ക് ലഭിച്ചത് കൊണ്ട് ഇതിന്റെ ആഴം വളരെ ഗഹനമാണ്. ഈ സ്തോത്രം, ഈ 4 ശ്ലോകങ്ങൾ തന്നെ സൂക്ഷ്മമായ അർത്ഥം മനസ്സിലാക്കി നമ്മൾ ജപിച്ചാൽ നമുക്ക് ഭഗവത് അനുഭൂതി ഉണ്ടാകും. വാമനൻ നമ്മുടെ ഉള്ളിൽ അവതരിക്കും. ആരാണ് വാമനൻ? ആ അറിവിന്റെ പ്രകാശം, ആ ബോധസ്വരൂപമായ ചൈതന്യം നമുക്ക് പ്രകടമാകും. അതുണ്ട്, അത് സദാ ഉണ്ട്. അതിവിടെ പുതിയതായിട്ട് വരികയല്ല, അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മുടെ വാസനകളാൽ നമ്മൾ അതിനെ മറച്ചിരിക്കുകയാണ്. അപ്പൊ മറ നീക്കി അത് പ്രകാശിക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ 4 ശ്ലോകങ്ങളും ജപിക്കേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള ആ ജീവചൈതന്യമാണ്, ആ ബോധമാണ്, ആ സച്ചിദാനന്ദമാണ് വാമനൻ എന്ന ഭാവത്തിൽ നമ്മൾ ഉള്ളിൽ നോക്കി ഈ ശ്ലോകത്തെ, ഈ സ്തോത്രത്തെ ജപിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം കൂടുതൽ വ്യക്തമായി അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ആ ഭഗവാൻ വസിക്കുന്നു. അതുകൊണ്ടാണ് വാമന ഭാവം കൊടുത്തിട്ടുള്ളത്. വാമനനെ ഉരുക്രമൻ എന്നാണ് വിളിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ബ്രഹ്മാവ് വിളിച്ചത് ഉരുക്രമൻ എന്നാണ്. അപ്പോ ക്രമശബ്ദത്തിന് നിയമം എന്ന അർത്ഥമുണ്ട്. ഒരു വലുത്, അപ്പൊ വലിയ നിയമം ഉള്ളവൻ. വലിയ നിയമമുള്ളവൻ എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിയിലുള്ളത് എല്ലാത്തിനെയും ഓരോരോ നിയമങ്ങളാണ് നിയന്ത്രിക്കുന്നത്. ആ നിയമങ്ങളെയാണ് നമ്മൾ ധർമ്മം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ സൃഷ്ടിയിലുള്ള ഓരോന്നിനും ഓരോ നിയമങ്ങളുണ്ട്. അപ്പൊ അഗ്നി ജ്വലിക്കണം, അതിന് പ്രകാശമുണ്ടാവും, ചൂടുണ്ടാവും, ജലത്തിന് തണുപ്പുണ്ടാവും, നനവുണ്ടാവും. ഇങ്ങനെ ഓരോന്നിനും ഓരോ ധർമ്മങ്ങളുണ്ട്, അതിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങളുണ്ട്. ആ നിയമത്തെ അതിക്രമിക്കാൻ ഒരു വസ്തുവിനും സാധിക്കില്ല. എന്നാൽ ഇതിനെല്ലാം കോമൺ ആയിക്കൊണ്ടൊരു നിയമമുണ്ട്. എല്ലാ വസ്തുവിനെ നിരീക്ഷിച്ചാലും അതിന് പല ധർമ്മങ്ങൾ ഉണ്ടെങ്കിലും ഒരു ധർമ്മം പൊതുവായിട്ടുണ്ട്. അതെന്താ? ഉണ്മയാണ്. ഉള്ളതാണല്ലോ നമ്മൾ നിരീക്ഷിക്കുന്നതെല്ലാം. അപ്പൊ അതിലെല്ലാം ഉണ്മ എന്ന ധർമ്മം, സത്ത് എന്ന ധർമ്മം കോമൺ ആയിട്ടുണ്ട്. ഈ സത്ത് എന്ന ധർമ്മം കോമൺ ആണ്. ഈ സത്ത് ഒരു കാലത്തും നശിക്കാത്തതാണ്. അപ്പൊ വസ്തുക്കൾ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുമ്പോഴും അതിലെ ഉണ്മ എന്ന ആ ഭാവത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. സത്ത് ഒരുപോലെ തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് ആ സത്ത് എന്ന ധർമ്മം അത് നിത്യമാണ്, സനാതനമാണ്. അതുകൊണ്ടാണ് അതിനെ സനാതന ധർമ്മം എന്ന് വിളിക്കുന്നത്.
ആ സനാതന ധർമ്മമായി പ്രകടമാകുന്നവൻ, ആ സനാതന ധർമ്മമായി വസിക്കുന്നവൻ എന്ന് സൂചിപ്പിക്കാനും ഉരുക്രമ ശബ്ദം ഉപയോഗിക്കുന്നു. അപ്പൊ ഭഗവാനാണ് സനാതനമായ ധർമ്മം. ആ ധർമ്മത്തെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഹിന്ദുയിസത്തെയും സനാതന ധർമ്മം എന്ന് വിളിക്കുന്നത്. ഉണ്മയാണ് സനാതനമായ ധർമ്മം. നമ്മളൊക്കെ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് പല ഭാവമാറ്റങ്ങളുമുണ്ട്, നമ്മുടെ ധർമ്മങ്ങളിൽ പല വ്യത്യാസങ്ങളുമുണ്ട്, സ്വധർമ്മത്തിൽ പല വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും കോമൺ ആയി നമുക്കൊക്കെ സനാതനമായ ഒരു ധർമ്മമുണ്ട്. അതാണ് സത്ത്, ഉണ്മ. ആ ഉണ്മയായിരിക്കുന്നവൻ, അപ്പൊ എല്ലാത്തിനും അസ്തിത്വം നൽകുന്നവനായതുകൊണ്ടും ഉരുക്രമ എന്ന് വിളിക്കുന്നു. അതുപോലെ വിക്രമ എന്ന് വിളിക്കുന്നുണ്ട്, ത്രിവിക്രമ എന്ന് വിളിക്കുന്നുണ്ട്. വിക്രമ എന്ന് വിളിക്കുന്നത്, ക്രമം എന്നത് നിയമം, നിയമത്തെ അധികരിച്ച് നിൽക്കുന്നവൻ. പ്രപഞ്ചത്തിലുള്ള എല്ലാ നിയമങ്ങളും പ്രപഞ്ചത്തിലുള്ളതിനാണ്. അതിനതീതമായി നിൽക്കുന്ന, 3 അടി കൊണ്ട് അതിനപ്പുറം എത്തി നിൽക്കുന്ന ഭഗവാന് ഈ നിയമമൊന്നും ബാധകമല്ല. അപ്പൊ എല്ലാ നിയമങ്ങൾക്കും അതീതനായിരിക്കുന്നവൻ, എല്ലാ നിയമങ്ങളെയും നിയന്ത്രിക്കുന്നവൻ, അതിനെ പാലിക്കുന്നവൻ, നിയമങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടെന്ന് നോക്കുന്നവൻ, ആ നിയമങ്ങൾക്ക് തെറ്റ് വരുമ്പോൾ ആ നിയമത്തെ ശരിയാക്കാൻ വേണ്ടി അവതരിക്കുന്നവൻ, ധർമ്മ സംസ്ഥാപനാർത്ഥം അവതരിക്കുന്നവൻ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറയുന്നത് ഈ ഒരു രഹസ്യത്തെ വ്യക്തമാക്കാനാണ്. ഇവിടെ എപ്പോഴെല്ലാം ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നുവോ ഞാൻ അവതരിച്ചത് ശരിയാക്കുന്നുണ്ട്. പലപ്പോഴും വ്യക്തമായ ഭാവത്തിൽ ആകണമെന്നില്ല, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഭാവത്തിലായിരിക്കില്ല ചിലപ്പോൾ ഭഗവാന്റെ അവതാരം. പക്ഷേ ഭഗവാൻ നിത്യം അവതരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഭഗവാന്റെ അവതാരങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്ന ബോധം നമുക്കുണ്ടാവണം. ആ ബോധം ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ നിരീക്ഷിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്ത് ഭഗവാനെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. നമ്മൾ പോലും അറിയാതെ സദാ നമ്മോടൊപ്പം ഭഗവാൻ സഞ്ചരിക്കുന്നുണ്ടെന്ന ബോധമുണ്ടാകും. അത് നമ്മുടെ മനസ്സിലെ ഭക്തിയെ വർദ്ധിപ്പിക്കും. ഭക്തി വർദ്ധിക്കും തോറും മനസ്സ് ശുദ്ധമാകും, ചിത്തപ്രവാഹം ഭഗവാനിലേക്കാകും, ക്രമേണ ഭഗവാനിൽ ലയിച്ച് മുക്തി ലഭിക്കും. അപ്പോൾ മുക്തിപ്രദമായ സ്തോത്രമാണിത്. ജീവിതത്തെ ധന്യധന്യമാക്കുന്ന സ്തോത്രമാണ്. നമുക്ക് എന്ത് ആപത്തുണ്ടെങ്കിലും ആ ആപത്തിൽ നിന്നും രക്ഷ നൽകുന്ന സ്തോത്രം കൂടിയാണ്. ഇങ്ങനെ മന്ത്രസമാനമായ അതിദിവ്യമായ 4 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തിലെ ഈ വാമന സ്തുതി, അതിൻ്റെ ഈ എളിയ വ്യാഖ്യാനം ആ ഭഗവാൻ വാമനമൂർത്തിയുടെ, ആ ത്രിവിക്രമന്റെ, ആ സാക്ഷാത് ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ശ്ലോകങ്ങൾ ഓണം നാളുകളിൽ തീർച്ചയായിട്ടും എല്ലാവരും ജപിക്കേണ്ടതാണ്. കാരണം വാമനന്റെ അവതാരത്തെയാണ് വാസ്തവത്തിൽ നമ്മളൊക്കെ ആഘോഷിക്കുന്നത്. മഹാബലിക്ക് ശ്രേഷ്ഠമായ പദവി ലഭിച്ചതും അദ്ദേഹത്തിൻ്റെ അഹങ്കാരവും മമതയും ഇല്ലാതെയായി അദ്ദേഹത്തിന് ശുദ്ധമായ ജ്ഞാനത്തെ ലഭിച്ചതും ഭഗവത് അനുഭൂതി ഉണ്ടായതും ഇന്നാണ്. അപ്പോൾ വാമനന്റെ ആ പ്രാകട്യം, നമ്മുടെ എല്ലാം ഉള്ളിൽ അറിവിന്റെ കട്ടയായി വിരിയുന്ന ആ വാമനനെ ഓർക്കാൻ വേണ്ടിയും അദ്ദേഹത്തെ ആഘോഷിക്കാൻ വേണ്ടിയുമാണ് ഓണം. അപ്പൊ ഈ നാളുകളിൽ ഭഗവാൻ വാമനനെ സ്മരിക്കാൻ ഈ സ്തുതി വളരെ നല്ലതാണ്. സാധിക്കുമെങ്കിൽ എല്ലാവരും ഇത് ജപിക്കുക. അർത്ഥം മനസ്സിലാക്കി തന്നെ ജപിക്കാൻ ശ്രമിക്കുക. പുറത്തുള്ള വാമനനെയല്ല, അകത്തുള്ള വാമനനെയാണ് ഉപാസിക്കനെന്ന ഭാവത്തിലാണെങ്കിൽ കുറേ കൂടി നന്നായി. അപ്പൊ നമുക്ക് ഉയർന്ന തലങ്ങൾ അതിലൂടെ കിട്ടും. അതിനുള്ള ഭാഗ്യം ആ ഭഗവാൻ വാമനമൂർത്തി നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും നമിച്ചുകൊണ്ട് ആ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ ഈ എളിയ വ്യാഖ്യാനത്തെ സമർപ്പിക്കുന്നു. ഹരി ഓം.